Familiar the writer, A.J. Cronin. അല്ലേ? A.J. Cronin നമുക്ക് നല്ല പരിചയമുള്ള ആരാണ്? റൈറ്റർ അല്ലേ? വെൽ നോൺ റൈറ്റർ. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ A.J. Croninനെ കുറിച്ച് പറഞ്ഞാൽ പറ്റും. അദ്ദേഹം നോവലിസ്റ്റ് ആണ്. He was a physician. What is a physician? Doctor. Physician എന്നാണ് ആരാ? സ്കോട്ട്ലൻഡുകാരാണ്. സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്. ആരാണ്? ഇത് എടുത്തിട്ടുള്ള എവിടെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവൽ ഉണ്ട്. അതിന്റെ പേരാണ് അഡ്വഞ്ചേഴ്സ് ഇൻ ടു വേൾഡ് എന്ന് പറയും. എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹലോ, സംസാരിക്കല്ലേ? അഡ്വഞ്ചേഴ്സ് ഇൻ ടു വേൾഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ്? ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. അത് എടുത്തിട്ടുള്ള ചാപ്റ്റർ ആണ് ഏത്? കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ സ്കോട്ടിഷ് റൈറ്റർ നമുക്ക് മനസ്സിലായി. ഓക്കെ, കംസ് ടു ഈ ചാപ്റ്റർ നന്നായി ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധ വേണേ. ആരും നമ്മൾ തിരിയരുത്. കാരണം ഇത് മാത്രം പഠിച്ച് പാസ്സാകുന്നത്, ഇതും ഐസോക്ലോസ് മാത്രം പഠിച്ച് പാസ്സാകുന്നത് 40 വരെ മാത്രം. മനസ്സിലായോ? പിന്നെ പോയിന്റ് ഓൾറെഡി നിങ്ങൾക്ക് എന്തായാലും അല്ലേ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസമാണ്. മനസ്സിലായോ? ഐസോക്ലോസിൽ നിന്നും സെറാങ്ങോയുടെ നിന്നും ഇഷ്ടം പോലെ നല്ല തിരിച്ചു. So, the Sarang of Rana Ganji. Look, my dear. ഒന്നും പറയില്ല. Look, my dear. No, my dear. Look, my dear. Look. എന്താ നോക്കാൻ പറഞ്ഞത്? Did you ever in your life such an absurdly comic creature? ഇത്രയും വിരൂപിയായ ഒരു മനുഷ്യനാ, ഒരു കോമഡി ഫിഗറിനാ നിന്റെ ലൈഫിൽ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരോ ഒന്ന് ചോദിക്കുകയാണ്. ആരോടാണ് ചോദിക്കുന്നത്? ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നത് അല്ലേ? ആരോ ഒന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ അല്ലേ? ആരോ ചൂണ്ടിക്കാട്ടി നോക്കാം. ആരാരും ചൂണ്ടിക്കാട്ടുന്നു? ആരാണ് ഇത് ചോദിച്ചത്? പറയൂ, ആരാണ് ചോദിച്ചത്? സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൻ. സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൻ എവിടെ എവിടെ എവിടെ? ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആയി പോകുന്ന ഒരു നല്ല വെൽ ഡ്രസ് ചെയ്തിട്ടുള്ള അടിപൊളി ഡ്രസ്സൊക്കെ പെണ്ണ് ചോദിച്ച ചോദ്യമാണ്. ആരോടാണ്? നിങ്ങളുടെ പോണ ഷിപ്പാണ് ലിവർപൂളിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന ഷിപ്പിലെ ഫസ്റ്റ് ക്ലാസ് യാത്രയിൽ സഞ്ചരിക്കുന്ന ഒരു വെൽ ഡ്രസ്ഡ് വുമണാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ റിമാർക്ക് എന്നാൽ ഈ അഭിപ്രായം ഇതിനെ ഹൈ വെൽബ്രഡ് പോയി വളരെ തന്റേടിയായിട്ടുള്ള സംസാരത്തിലാക്കി നോക്കൂ. തന്നെ അത്രയും മോശക്കാരനായ, കാണാൻ തന്നെ കണ്ടാൽ തന്നെ ചിരി വരുന്ന രൂപത്തിൽ നീ എന്റെ മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. പോയിക്കണം എങ്ങോട്ടോ ഒന്ന് ചോദി. ടു അവർ കമ്പാനിയൻ. ആരോടാ ചോദിക്കുന്നത്? ടു അവർ ഫ്രണ്ട്. ടു അവർ ഫ്രണ്ട്. ടു അവർ കമ്പനി. ആസ് ദ സ്റ്റുഡ് ബിഫോർ മീ ഓൺ ദ ഇന്നർ അപ്പർ ലൈനസ്. ഫോളോ ഓൾറെഡി അപ്പുറത്തേക്ക് നിങ്ങൾ നിൽക്കാട്ടോ. ഒരു റൂമിൽ ഇരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അപ്പർ കാറ്റുന്ന സമയത്ത് കാണാൻ വേണ്ടി നിങ്ങൾ പോയിക്കില്ല. ടൈറ്റാനിക് ഞങ്ങൾ ഫോളോയിങ് ദർ അമ്യൂസറീസ്. അങ്ങനെ ഇതൊരാൾ ചൂണ്ടിക്കാട്ടി നോക്കുന്ന സമയത്ത് കേൾക്കുന്ന പൊതുവെ നമുക്ക് എന്താണ്ടാവും? ആരാ നമ്മൾ നോക്കൂലേ? എങ്ങോട്ടാ ചൂണ്ടുന്നത് നോക്കൂലോ. ഞാൻ അങ്ങനെ നോക്കാൻ ക്ലാസ് കാട്ടുന്നത്. അപ്പൊ രണ്ടാളും നോക്കൂല. ആരാണ് എന്താണ് നോക്കുന്നത്? അതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവരും നോക്കും. ഫോളോയിങ് ദർ അമ്യൂസ്ഡ് ഗെയിസ്. അങ്ങനെ അവരുടെ ഇങ്ങനെ അന്തത്തോടുള്ള ഗെയ്സ് മീൻസ് അത് ഓരോ പുതിയ വാക്ക് പഠിക്കാൻ +1 എത്ര നമ്പർ വാക്കുകൾ പഠിക്കാൻ കണക്കുണ്ട്. 9ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഇത്ര പുതിയ വേർഡ് പഠിക്കാൻ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്. അതാണ് ഇങ്ങനെ പുതിയ വരുന്നത്. വൊക്കാബുലറി എൻറിച്ച്മെന്റ്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ എൻട്രീസ് അയക്കാം. അങ്ങനെ നമ്മളാണ് എഴുതാനൊക്കെ കിട്ടുക. ചില പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്കറിയാതെ ഇത്ര മലയാള വാക്കുകൾ വെച്ചിട്ടാണ് പ്രസംഗം ചില കൂടുതൽ വായന അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ നോക്കി ഇവിടെ എങ്ങോട്ടാ ചോദിച്ചത്? അപ്പൊ അവൻ ഞാൻ കണ്ടു ആരാ? ഒരു കുള്ളനായ മനുഷ്യൻ. സ്ക്വാറ്റ് വേർഡ് പഠിക്കുന്ന ഡോഗ് നല്ലത് ഉപയോഗിച്ചത്. ആ വേർഡ് എന്താ ഇല്ല പ്രത്യേക വാക്ക് പരീക്ഷ. സ്ക്വാറ്റ് പറയൂ. വെരി ഹാപ്പി നേറ്റീവ് സീമൻ. വളരെ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരു സീമൻ. ആരാണ്? കടലിൽ മനസ്സിലായോ?
കപ്പലിൽ പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നിനക്ക് എന്ത് ചെയ്തു? വിത്ത് ഷോർട്ട് ലെഗ്സ്. എങ്ങനെ അതാണ് രൂപമായി വേഗമായി ചെറിയ കൈയും കാലും വലിയൊരു തലയും ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ബോഡിക്ക് പ്രപ്പോർഷനേറ്റ് അല്ലാത്ത ആനുപാതികമല്ലാത്ത ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള തലയും ചെറിയ മനുഷ്യനെ കുറിച്ചാണ് ഇവരിങ്ങനെ പറയുന്നത്. സോ ഐ റെക്കഗ്നൈസ് ഹിം ആസ് ഇന്ത്യൻസ് ആണ്. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മുടെ റോണിൽ പറയാം നരേറ്റർ ആരാകട്ടെ സഭ നരേറ്റർ പറയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ആൾ ആരാണ്? ഇന്ത്യൻസ് ആണ്. മനസ്സിലായോ? ഷിപ്പിലുള്ള ഇന്ത്യൻ തൊഴിലാളിയാണ് ആരെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ കൊണ്ടുവന്ന ആളെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ഡാർക്കായിട്ടുള്ള വലിയ തലയും ശ്രമിക്കുന്നു. അതിന് ആരാണ്? ഒരു ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതാണ്. ഷിപ്പിലെ സാധനങ്ങൾ കയറ്റിറക്കുമതി ചെയ്യുന്ന തൊഴിലാളികളുണ്ടാവും. യാത്രക്കാർ വലിയ കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് സൂപ്പർവൈസ് ചെയ്യുന്നതാണ്. മനസ്സിലായി? ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദി ഷിപ്പ്. അതിനെന്താണ് നമ്മൾ എന്ത് പോലെ ഉപയോഗിച്ചത്? സറാം എന്ന് ഉപയോഗിച്ചത്. ക്വാർട്ടർ മാസ്റ്റർ എന്താണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? സറാം. സോ യുവർ സ്പാച്ചിലി സൂപ്പറിൻറ്റൻഡന്റ് ആ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറുതാണ്. അത്രേ വായിക്കുള്ളൂ. കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാ സൂപ്പർവൈസ് ചെയ്യുന്നത്? ഇങ്ങനെ ഇറക്കുകയും ചെയ്യുന്ന തൊഴിലാളികളെ സൂപ്പർവൈസ് ചെയ്യുന്നത്. And quietly superintendent the crew of the last cruise in a surprise scene, completing the loading of baggage. Loading the baggage. ഇന്നലെ വീണ്ടും ആ പെണ്ണ് തുടരുകയാട്ടോ. ആ വർത്താനാണ് നിന്നില്ല. Look hardly moved. മനുഷ്യനാണ് പറഞ്ഞയക്കുന്നത്. എവിടെ? Agree the man. മാനോടാണ് പറയുന്നത്. Agree the man with a superior smile. Inclines a chap to believe that their old Darwin was not altogether wrong. ഏതായാലും ഡാർവിൻ പറഞ്ഞത് അക്ഷരം ശരിയാ. ഒരു തെറ്റുമില്ല ഡാർവിൻ പറഞ്ഞു. കാരണം കുരങ്ങുന്ന മനുഷ്യനുണ്ടായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അയാൾ കണ്ടാ അറിയാം. ഇത്രയും രൂപത്തിലാണ് കളിയാക്കാൻ ഒരു മനുഷ്യനാണ് ഈ പെണ്ണ്. കണ്ടോ? ഡാർവിന്റെ തിയറി ഒരു തെറ്റുമില്ല. അങ്ങനെ അതാണ് നിന്ന് ആ രംഗം ആ സീനാണ് ചെയ്യുക. അപ്പന്റെ യാത്രയെ കുറിച്ച് പറയാം. ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ റാണഗഞ്ചിങ്ങനെ നീങ്ങുക. ഫേവറബിൾ കാം ആൻഡ് ക്വയറ്റ് ക്ലീൻ വെദർ. ആകാശം നീലയാണ്. സോ ദി ക്രോസ് ദി വേ ഓഫ് ബിസ്കേ കടലിലേക്ക് ഞങ്ങൾ ക്രോസ് ചെയ്തു വിതൗട്ട് സഫറിംഗ് അൺഡ്യൂലി ഫ്രം ദി ടർബുലന്റ് വാട്ടർ. ഒരു വാട്ടർ എന്താണ് ടർബുലന്റ്? പ്രക്ഷുബ്ധമാവുക. ഇവിടെ പ്രക്ഷുബ്ധത ഇല്ലാന്നോ? നോട്ട് ടർബുലന്റ്. വാട്ടർ വളരെ കാമാണ് കേട്ടോ. ഒരു കടൽ കിഴക്കും കാര്യങ്ങളൊന്നുമില്ല. And soon were through the Strait of Gibraltar കടലിടുക്കിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തു? പാസ് ചെയ്തു. ഇങ്ങനെ യാത്രയുടെ ഏരിയ പറയാം കേട്ടോ. Traversing the tranquil Mediterranean under Azorski. നല്ല ചുറ്റുപാട് നല്ല വീടിന്റെ ചുറ്റിലൂടെ ഞങ്ങൾ ഇങ്ങനെ മെഡിറ്ററേനിയൻ പാസ് ചെയ്തു. The Ranaganji was stout old. ഒരു ഉയർന്ന നല്ല അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഗാംഭീര്യമുള്ള നല്ല എന്താണ് എടുത്തു പിടിച്ചിട്ട് തോന്നുന്ന ഒരു ഷിപ്പാണ് അത്. റാണഗഞ്ചി വളരെ സ്റ്റൗട്ടാണ്, നല്ല ഉയർച്ചത്. കപ്പലിന്റെ ഗംഭീരം പറയുന്നതിന്റെ ഹൈറ്റിലാണ്. സോ റാണഗഞ്ചി വാസ് സ്റ്റൗട്ട് ഓൾഡ് മാൻഡ് ബൈ വൈറ്റ് ഓഫീസർ. എന്താണ് മാൻഡ് ബൈ? അതിലുള്ള ഓഫീസേഴ്സ് ഉന്നത ഉദ്യോഗസ്ഥരാണോ? വൈറ്റാണ്. ആരാണ്? വൈറ്റ്. വൈറ്റ് വൈറ്റ് കളർ നല്ലത്. ആരാണ്? ബ്രിട്ടീഷ്. ആരാണ്? വിത്ത് എൻറ്റയർലി നാറ്റീവ് ഇന്ത്യൻ ക്രൂ. പക്ഷെ അതിനുള്ള സാധാ നാടൻ കളിക്കാരാണ് ഇന്ത്യൻ നാറ്റീവ് ഇന്ത്യൻ ക്രൂ. And I was a physician of the ship. ഞാൻ അതിലെ താരായിരുന്നോ? I was the doctor in the in charge of the pilot. I was delighted by the balmy breeze and brilliant sunshine. The ship was crowded. ഷിപ്പിന്റെ അവസ്ഥ പറയുന്നത് ആണ്ടി മുതൽ കൂടി എല്ലാ റൂമിലും ആളുള്ള. The ship was crowded, packed with passengers from എവിടെ മുതൽ എവിടെ വരെ? Stem to stern. അടി മുതൽ കപ്പലിന്റെ താഴെ മുതൽ stem to stern. ആരൊക്കെയാണ് ഇതിന്റെ യാത്രക്കാർ? ഏതൊക്കെ കൂട്ടരറിയൂ? യൂഷ്വൽ ടൂറിസ്റ്റ് ഉണ്ട്, പ്ലഷർ സീക്കേഴ്സ്, ഉല്ലാസ യാത്രക്കാരുണ്ട്. അതല്ലേ ഏറ്റവും കൂടുതൽ ഉല്ലാസത്തിന് ഉപയോഗിക്കുന്ന ഷിപ്പാണ്. ആഡംബര കപ്പലൊക്കെ പലപ്പോഴും നമ്മൾ വീഡിയോസ് കണ്ടില്ലേ? ഒരു ദിവസം ഇത്ര കോടിക്കണക്കിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് നാട്ടിൽ കിട്ടുന്നുണ്ടാവും? സ്റ്റെപ്പിനൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ സാധനം. യൂഷ്വൽ ടൂറിസ്റ്റ് ആൻഡ് പ്ലഷർ സീക്കേഴ്സ്. കൂടുതൽ ആരാണ് ഉള്ളത്? ടൂറിസ്റ്റുകളും പ്ലഷർ സീക്കേഴ്സും. together with a large number of Anglo-Indian army officers. Anglo-Indian army officers അവരൊക്കെ ഫാമിലിയെ കൂടെ അക്കോമഡേറ്റ് ചെയ്തു. മനസ്സിലായോ? Many of whom accompanied their wives and families. Their wives and families. അപ്പോൾ മനസ്സിലായോ ഏതൊക്കെ? From the first night out there was tremendous gaiety on board.
The chief among the social promoters was Miss Jo Smith. അതിലൊരു പെണ്ണുണ്ട്, മിസ് ജോ സ്മിത്ത്. പേര് മറക്കരുത്, മിസ് ജോ സ്മിത്ത്. ഈ പെണ്ണാണ് ഈ കമന്റ് ആരെ കുറിച്ച് പറഞ്ഞത്? ആ ചെറിയ കുറിച്ച് കമന്റ് പറഞ്ഞ പെണ്ണിന്റെ പേരെന്താണ്? The woman whom I have overheard. ഞാൻ കേട്ടില്ലേ ഈ കമന്റ് പറഞ്ഞ, ഞാൻ കേട്ടില്ലേ, ഓവർഹിയർ ചെയ്തില്ലേ? ഇത് ആരെ കുറിച്ചായിരുന്നു? മിസ് ജോ. On the board like the morning of our departure. മാഡ്ജ് മിസ് ജോ സ്മിത്തിന് മാഡ്ജ് ജോ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മിസ് മാഡ്ജ് ജോ സ്മിത്ത് വാസ് എ ട്രസ്റ്റിംഗ് പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളോട് 2 മാർക്കിന്റെ കാറ്റഗറി ചോദിക്കും. ആരുടെ? ജോ സ്മിത്ത്. അപ്പൊ ജോ സ്മിത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി 2-3 കാര്യങ്ങൾ. ഒന്ന് വെൽ ഡ്രസ്ഡ് വുമൺ ആണ് പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ വെൽ ഡ്രസ്ഡ് വുമൺ ആണ്. പിന്നെ ഒരു ട്രസ്റ്റിംഗ് പേഴ്സൺ, നല്ലൊരു ആണുങ്ങളായിട്ട് നല്ലതായി തോന്നുന്ന പേഴ്സൺ. ഒബിയസ്ലി ഓവർ 30. ഏകദേശം എത്ര വയസ്സുണ്ടല്ലോ? മറന്നു പോകാത്ത പോയിന്റുകളൊക്കെ. ചിലപ്പോൾ നിങ്ങൾ വലിയൊരു കാറ്റഗറി ആയിരിക്കും മൈനർ ക്യാരക്ടർ ചോദിക്കും. അതിൽപ്പെട്ട ഒരു മൈനർ ക്യാരക്ടറാണ് ജോബ് സ്മിത്ത് കേട്ടോ. മൈനർ ക്യാരക്ടറാണ് ജോബ് സ്മിത്ത് കേട്ടോ. അപ്പൊ എത്ര വയസ്സുണ്ട്? 30 years ഏകദേശം തോന്നിക്കും. Got up in a dashing style to look younger. Got up in a dashing style to look younger എന്നാ. പക്ഷെ ചെറിയ പ്രായക്കാരിയാവാൻ വേണ്ടി എല്ലാ ഡ്രസ്സിങ്ങും പാസാരും കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ ചെറിയ പ്ലാൻ നോക്കിയാൽ പെണ്ണുങ്ങൾ പലം ചെയ്യില്ലേ, അങ്ങ് ആ രൂപത്തിലുള്ള പലം ചെയ്തു. So she was not only a boy, വളരെ boy. We reached fourth stage. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. ഫോർത്ത് സ്റ്റേജിൽ അതാണ് ഫോർത്ത് സ്റ്റേജിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് പർച്ചേസിംഗ് ഏറ്റവും പേര് കേട്ട സ്ഥലമാണ് ഇവിടെ ഫോർത്ത് സ്റ്റേജ്. Everyone went ashore. എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ഇറങ്ങി. എല്ലാവരും ashore ചെയ്തു. ഷോർ എന്നാണ് തീരം അല്ലേ? ashore excitedly. ഇന്നലെ എല്ലാവരും came back ചെയ്തു. എന്തോട് കൂടിയാ തിരിച്ചു വന്ന എല്ലാവരും? കയ്യിൽ നിറയെ സാധനം കഴിക്കാം. സിൽക്ക് ഷോള് ഉണ്ട്. ഓവർ 30 യങ്ങർ ആവാനുള്ള സ്റ്റൈലാണ്. അങ്ങനെ കോൺസെൻട്രേഷനിലെത്തി കാര്യങ്ങളല്ലേ? കോൺസെൻട്രേഷനിലെത്തി എല്ലാവരും ഇറങ്ങി അല്ലേ? എല്ലാവരും എന്തോടൊക്കെ തിരിച്ചു വന്ന ഷോള് വാങ്ങിയിട്ട് സിൽക്കിനൊക്കെ പേര് കേട്ടത്. ഒറിജിനൽ സിൽക്കിനൊന്നും വരാനുള്ള ഫോട്ടോ സ്റ്റേജിൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടാ. അങ്ങനെ സിഗരറ്റ് വാങ്ങി, സെന്റ് വാങ്ങി, ജ്വല്ലറി വാങ്ങി. അതാ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഫോർട്ടാണ്. പർച്ചേസിന് നല്ല സാധ്യത സ്ഥലമാണ് ഫോർട്ട് സ്റ്റേജ്. Then we were through the Red Sea. അങ്ങനെ അവസാനം ഞങ്ങൾ എവിടെത്തി? Red Sea-ലെത്തി. Past the barren rocks of Aden and out upon the wide Arabian Sea. അങ്ങനെ ചുരുക്കി പറയാം ഞങ്ങൾ എന്തെത്തി? അറേബ്യൻ സീയില്. അറേബ്യൻ സീയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? So on the following morning I had my consultation in the surgery. തുടങ്ങിയാട്ടോ വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പറയുന്നത് ചാർജ് എന്താണ്? ഹെൽത്തിന്റെ ചാർജാണ്. I had my consultation in the surgery. ഞാൻ എന്ത് ചെയ്യായിരുന്നു? എന്റെ സർജറി റൂമിൽ. സർജറി റൂം നമ്മൾ ഓപ്പറേഷൻ നടത്തല്ല, പരിശോധന മുറിക്കുന്ന ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണേ. സർജറി റൂമിൽ തൊട്ടടുത്താണത്. എന്റെ ക്യാബിനോട് തൊട്ടടുത്തുണ്ടായിരുന്ന എന്റെ സർജറി റൂം, എന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഞാനാണ് ഇങ്ങനെ നിൽക്കുകയായിരുന്നത്. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അസൻ എന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ബ്രിങ്ങിങ് വിത്ത് ഹിം ടു ഓഫ് ഹിസ് ലാസ്കർ ദക്കാൻ. ആളെ 2 കൈയിലും അദ്ദേഹം 2 ആൾക്കാരെ പിടിച്ചുകൊണ്ടായിരുന്നു. 2 ലാസ്കർ ഏത് പറഞ്ഞാൽ തൊഴിലാളികൾ. ഈ സാധനം കൈവശം ചെയ്യുന്ന 2 തൊഴിലാളികളെ 2 കൈയിൽ അദ്ദേഹം ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? എന്റെ റൂമിലേക്ക് കടന്നു വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഞാൻ ഡോക്ടറല്ലേ? had a respectable salam and address him. രൂപത്തിൽ എന്ത് ചെയ്തു? എന്നോടൊന്ന് എന്നിട്ട് ഡോക്ടറായ എന്നോട് അദ്ദേഹം പറയാണ്. His voice was hoarse. There is a steady undertone. Doctor Sahib, I fear this men are sick. എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടും സുഖമല്ല. പരിശോധിച്ചാൽ സോ ദ സീമൻ സഡൻലി did not look well. ശരിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സീമൻ മെന്നാണ് ഇവർക്ക് രണ്ടും സുഖമല്ലാതെ കണ്ടാൽ തന്നെ അറിയും. സോ ദേ കംപ്ലൈന്റ്. എന്തൊക്കെ അവർ പറയുന്ന പ്രശ്നങ്ങൾ പറയൂ. ജനറൽ മാലിസ്, പ്രധാനപ്പെട്ട പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്റൻസ് ഹെഡേക്ക്, നല്ല തലവേദന, സ്ട്രോങ് തലവേദന എന്ന് പറയുന്നത്. ട്രാക്കിംഗ് ബോൺ പെയിൻസ്, അതുപോലെ എന്തുണ്ടെന്ന് പറയുന്നത്? നല്ല ബോൺ പെയിൻസ് ഉണ്ടെന്ന് പറയുന്നത്. അവൻ ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ, പേടിച്ച്
അരണ്ടതുപോലെ തോന്നുന്നു. They look frightened too. And I asked them to strip the began my examination. ഞാൻ ഇതിൽ പെട്ടെന്ന് പരിശോധന നടത്തി. ഇവരെ കണ്ടപ്പോൾ തന്നെ പേടിച്ച് രണ്ടാളി പോലെ പിന്നത്തെ ലക്ഷണം what are the other symptoms പറയൂ. tracking bone pain ജോയിന്റിലൊക്കെ വേദന പറയും. ഞാൻ പരിശോധന തുടങ്ങി. both were fevered. പരിശോധിച്ചപ്പോൾ എന്താണ്? both were fevered. And thicky furred drugs. അതിന്റെ മോളിൽ നാവിന്റെ മോളൊക്കെ വൈറ്റ് പാട പോലെ കിട്ടിയിട്ടുണ്ട് ഇവരെ രണ്ടുപേരും. നല്ല പനിയും. And that dry skin which is nature's greatest one. എനിക്ക് മനസ്സിലായി. പ്രകൃതി തരുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു വാണിംഗാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ലക്ഷണങ്ങൾ നേച്ചേഴ്സ് ഗ്രേറ്റസ്റ്റ് വാണിംഗ്. ആൻഡ് ഞാൻ ചുമ്മാ പറയാം. എന്റെ പേടി കൂട്ടിക്കൊണ്ട് ഞാൻ അവരുടെ ശരീരത്തിലൂടെ എന്റെ കൈ ഓടിച്ചു. എന്റെ കൈകൾ ഞാൻ അവരുടെ ശരീരത്തിലൂടെ ഓടിച്ചു. മൈ ഗ്രേവസ് എന്താണ്? മൈ പാൽപിറ്റേറ്റിംഗ് ഫിഗർ. എന്റെ വിറക്കുന്ന കൈകൾ. ഡോക്ടർക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിറക്കുന്ന കൈ. മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗർ became aware of. അപ്പൊ അതെന്തായിരുന്നു? എന്റെ കൈ എന്തായിരുന്നു? സ്കാറ്ററിംഗ് ഓഫ് ഹാർഡ് ലിറ്റിൽ നോഡ്യൂൾസ്. അവിടെ ഇവിടെ ചെറിയ ചെറിയ ഉന്നതികൾ ഇവരുടെ ശരീരത്തിലുള്ളതായിട്ട് മനസ്സിലായോ? കൈകൾ വീഴുന്ന സമയത്ത് ഓരോ ചെറിയ മുഴകൾ ചെറിയ ഉന്നതികൾ എന്ത് ചെയ്യുന്നതായിട്ട് തോന്നി? കടയുന്നതായിട്ട്. Under the wrist of the skin of each man, ഓരോരുത്തരുടെ wrist watch എന്ന് പറയും. So it was an unmistakable. ഇത് ഒരു സംശയവുമില്ല. It was a symptom of smallpox. Smallpox വസൂരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. വസൂരിയാണ് ഈ വ്യക്തി എന്നുള്ള കാര്യം തയ്യാറാക്കുന്നത്. അതായത് ഇക്കാലത്ത് COVID-19 വന്നതിനേക്കാളും പേടിയോടെ കൂടി ജനങ്ങൾ കണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു സ്മോൾപോക്സ്. പല രാജ്യങ്ങളിലെയും 1/3 ജനസംഖ്യ അപ്പാടെ പോയിട്ടുണ്ട്. ഒരു മരുന്ന് വന്നതിന് വാക്സിൻ ഒന്നുണ്ടായിരുന്നില്ല. മനസ്സിലാണോ? അതാണ് ഇതിന്റെ വീട് ആനിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാണോ? വളരെ പേടിയായി. പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ഹൈലി കണ്ടാജിയസ് ഡിസീസ്. മനസ്സിലായോ? സോ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്. ഞാനാണ് വളരെ ചെറുപ്പക്കാരനാണ് ഞാൻ ഈ ഡോക്ടർ ഫീൽഡിലേക്ക് കടന്നു വന്നിട്ട്. യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് in my profession. I was young and inexperienced. I had not learned to control my feeling. എനിക്ക് എന്റെ ഫീലിംഗ് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്ര 1600-2000 യാത്രക്കാർ ഒരു ഒറ്റ ഡോക്ടറേ ഉള്ളൂ. അതിന്റെ ചാർജ് ഫുള്ളെന്താ? എനിക്കല്ലേ ഉള്ളായത്. അപ്പൊ നമുക്ക് ഞാനാണെങ്കിൽ ഇത്രയും ഇൻഎക്സ്പീരിയൻസ്. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ആൾട്ടേർഡ് വിസിബിളി. എന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ശരിക്കും ആ കണ്ടറിയാൻ. സോ ഫോർ ആൾ ദോസ് സെറാംസ് ആൻഡ് നത്തിങ്. സെറാം ഇങ്ങനെ നിൽക്കാറുണ്ട്. His inclined and backward face amused a look of deeper gravity. അയാളെ നോക്കും സീരിയസ്നെസ് എന്ന് എനിക്ക് മനസ്സിലായി. ഹരികനിലെ വിട്ട് ബീറ്റിംഗ് ഹാർട്ട്. അങ്ങനെ തുടിക്കുന്ന ഹൃദയവുമായി കൊണ്ട് പേടിച്ചുകൊണ്ട് ഞാൻ ഐ മെയ്ഡ് മൈ വേ ടു ബ്രിഡ്ജ്. ഞാൻ എങ്ങോട്ടോടി? എങ്ങോട്ടാ മോളെ? എന്തിന്റെ ബ്രിഡ്ജിലൊക്കെ പോകുന്നത്? ഷിപ്പിലെ ബ്രിഡ്ജിൽ ആരാ ഉണ്ടാവുക? ക്യാപ്റ്റൻ. അപ്പൊ ഐ മെയ്ഡ് അങ്ങോട്ട് ഓടി ആരോടും പറയണ്ടേ? കാരണം ഇപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ആ അവസ്ഥ അറിയുന്നില്ല. അന്നത്തെ ഈ അസുഖത്തിന് സീരിയസ് അറിയുമ്പോഴേ നമുക്കൊന്നും അസൂരിയൊന്നും ഇന്ത്യയിൽ പറയും. അസൂരി വിമുക്ത ഇന്ത്യയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊക്കെ. സോ ക്യാപ്റ്റൻ ഹാമ്പിൾ. അപ്പൊ മനസ്സിലായി ക്യാപ്റ്റന്റെ പേര്. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ആൾപ്പടിയുണ്ടാവും ചാറ്റ് റൂം. അത് എവിടെയായിരുന്നു? ചാറ്റ് റൂമിൽ ഇങ്ങനെ ക്യാപ്റ്റന്മാർക്ക് ചാറ്റ് റൂം ഉണ്ടാവും. എങ്ങോട്ടാണ് ഇതിന്റെ ദിശ? നാളെ ഇവിടേക്ക് ഇന്ന സ്ഥലത്ത് എത്തും. ആട് ഇങ്ങോട്ട് പോകണം, എപ്പം പുറപ്പെടണം എന്നൊക്കെ പറയുന്ന ചാറ്റ് റൂം. അദ്ദേഹം എവിടെയായിരുന്നു? എന്താ വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ക്യാപ്റ്റൻ? ചാറ്റ് റൂമോ? ക്യാപ്റ്റന്റെ പേര് നീ എവിടെയാ ശ്രദ്ധിക്കുന്നത്? ഉണ്ടോ? ക്ലാസ്സിൽ ഇരുന്നിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വരാതെ നിന്നാ വന്നില്ലായിരുന്നു. അത് വന്നിട്ട് അബ്സെന്റ് ആകുന്ന ക്യാപ്റ്റൻ ഹംബിൾ അല്ലെ? ഹംബിൾ അച്ചീവ് ഉണ്ടാകും. ഹാമ്പിൾ. അങ്ങനെ ഈ ലുക്ക് മീ ഷാർപ്പ്ലി ഐ വേഴ്സ് ഇറ്റ്. ഞാനാണ് സമ്മതം വെച്ചില്ല. ഞാൻ ഓടുന്ന ആ ഓട്ടത്തിൽ തന്നെ അവൾ കടന്നു. ഐ വേഴ്സ് ഇറ്റ്. സർ മൈ വോയിസ് ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മോൾ പോക്സ് ഓൺ ബോർഡ്. ബോർഡ് മീൻസ് എനർജി. സർ എനിക്ക് സ്മോൾ പോക്സ് ഉണ്ട്. Two of the deckers,
deckhands എന്ന് പറഞ്ഞാൽ തൈക്കാലുകൾ. Few of the deckhands. I saw his lips draw tightly. ഇത് കൊണ്ട് കേട്ട സമയത്ത് ക്യാപ്റ്റൻ ആണെന്ന് അദ്ദേഹത്തിന്റെ രണ്ട് ചുണ്ടുകൾ എന്ത് ചെയ്തു? കൂട്ടി അങ്ങോട്ട് പിടിച്ചു. പറയുന്നവന്റെ അല്ല, ഡോക്ടറെ ചുണ്ടാ കൂട്ടി പിടിച്ച് അയാളെ പിടിക്കുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ എന്തായാലും എന്താണ് അയാളുടെ അങ്ങനെ ഉണ്ടല്ലേ ചില ആൾക്കാർ ഓരോ കാര്യം കേൾക്കുമ്പോൾ ഓരോ രൂപത്തിലാണ് റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇതും കൂടെ പറഞ്ഞ് ഇവിടെ കഴിഞ്ഞ് കഴിയാൻ കഴിയുമോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഓരോരുത്തർക്ക് ഉണ്ടാവാം റിയാക്ഷന്. അപ്പൊ എന്താണ്? He was the thickest man of 55. അല്ല, രണ്ട് സെന്റൻസ് ആരെ കുറിച്ചാണ്? ക്യാപ്റ്റൻ 55 വയസ്സിലെത്തി നിൽക്കുന്ന 4 സ്റ്റൗണ്ട രാജ്യങ്ങളിൽ മനുഷ്യനാണ്. നല്ല തന്നല തിക്കസ്റ്റ് നോൺ ആസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി. നല്ല ഒരു വിട്ടുവീഴ്ചയില്ല, ഹൈലി ഡിസിപ്ലിനറിയാണ്. അത് ഷിപ്പിൽ എല്ലാവർക്കും കണ്ടു. ഞാൻ പല ആൾക്കാരും ഷിപ്പിൽ എഞ്ചിനീയർമാരില്ല, ഫസ്റ്റ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ മലയാളി സിംഗപ്പൂരിലൊക്കെ പോകുന്ന എഞ്ചിനീയേഴ്സ്, നമ്മളിവിടെ മെറൈൻ എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്യുന്നില്ലേ, ഇവർ ഹൈലി സ്ട്രിക്റ്റ് ആയി ജീവിതത്തിൽ ഹൈലി സ്ട്രിക്റ്റ് ആയി പോകുന്ന ഒരു കാരണം എന്താ? ഈ ഷിപ്പിൽ എഞ്ചിനീയർമാരൊക്കെ എപ്പോഴും ഒബ്സർവേഷൻ. ഷിപ്പിലെ എല്ലാ സ്ഥലങ്ങളും ആണിത്തോളുണ്ടെങ്കിൽ ആ തൊളാണ് മണ്ണേൻ്റെ അല്ല പോലെ വെള്ളം കയറിയാൽ ഷിപ്പാണ് പോകും. അത് എപ്പോഴും അവരെന്തായിരിക്കും മെറ്റിക്കുലസ് ആയിരിക്കും, ഹൈലി ശ്രദ്ധാലുക്കൾ. അതുപോലെ ആയാലും ജീവിതത്തിൽ ഒരു ഉണ്ടാകും അവസാനം അങ്ങനെ മാറി. മനസ്സിലായോ? ഇതുപോലെയാണ്. അപ്പോ എങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും ഹൈലി സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയാണ്. അപ്പൊ എന്തായാലും 2 സെന്റൻസ് കിട്ടിയത്. ഒന്ന് 55 ഏജ്, ഹൈലി സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആണെന്ന് മറന്നു പറഞ്ഞതല്ല മക്കളെ, പരീക്ഷ തന്നെ മനസ്സിലാണ്. ബട്ട് ഓൾസോ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡ്. നല്ലൊരു മാന്യം. അതാണ് ഫെയർ മൈൻഡ്. ജസ്റ്റ് മീൻസ് ജസ്റ്റിസ്. കേട്ടോ? നല്ല മാന്യനാണ്, നല്ല സ്ട്രിക്റ്റ് ആണ്, പക്ഷെ നല്ല മനസ്സുള്ള ഒരാളാണ്. നല്ല മനസ്സുള്ളവര്. അപ്പൊ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചില്ല. അപ്പൊ ആരോട്? ആമ്പിളിനോട്. അപ്പൊ ആമ്പിൾ എന്താണ്? ഡോക്ടർ സൈഡ് drawing of my last hand coming close to me. എന്റെ അടുത്തേക്ക് ആ ചാർട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്തേക്ക് ഒന്ന് വന്നു. His words unmistakably great. Listen. എന്നോട് അദ്ദേഹം പറയുന്ന വേർഡ് നോക്കുന്നത്, ലിസൺ മിസ്റ്റർ ഡോക്ടർ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഈ ചാർജിലെ ഹെൽത്തിന്റെ ചാർജ് നിങ്ങൾക്കാണ്. മനസ്സിലായോ? എന്താ പറഞ്ഞത്? യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. അത് തികച്ചും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നോക്കിയാണ് മനസ്സിലായോ? ഞാൻ ഡോക്ടറുള്ള ആളാണ്, നിങ്ങൾ എന്തിന്റെ ആളാണ്? ഡോക്ടറാണ്. ഐ കാണ്ട് ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. എനിക്ക് ഒരാളെയും നിങ്ങൾക്ക് വേണ്ടി തരാൻ കഴിയില്ല. ഐ ആം ഓവർലോഡഡ് ആൻഡ് അണ്ടർസ്റ്റാഫ്ഡ്. ഇത് രണ്ടും മനസ്സിലാക്കാം. ഞാൻ ഓൾറെഡി ഓവർലോഡഡ് ആണ്. വിചാരിച്ചേക്കാൻ കൂടുതൽ യാത്രക്കാരും സ്റ്റാഫ് ആണെങ്കിൽ അണ്ടർസ്റ്റാഫ്. എന്താണ് അണ്ടർസ്റ്റാഫ്? But I am going to give you the sarah. പക്ഷെ ഒരു തൊഴിലാണ്, ഒറ്റമാണ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒറ്റ. മനസ്സിലായോ? ഒരാൾ ബിലീവ് മീ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എനിക്ക് ഈ ഷിപ്പിലുള്ളതിൽ വെച്ച് ഏറ്റവും ഫൈനസ്റ്റ് ആയ ഒരാളാണ്. ആരോ ഈ ഞാൻ വിട്ടുതരാൻ പറയുന്നത്. മനസ്സിലാകണ്ടോ? യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. പക്ഷെ ഒരു കാര്യം, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? You have got to keep this thing from spreading. പക്ഷേ നിങ്ങൾ ഈ ന്യൂസ് ഇത് ചെറിയ അറിയാൻ കേട്ടോ, അത് നിങ്ങളുടെ ഡ്യൂട്ടി. Never spread this news. And what is more, didn't let a whisper. ഒന്ന് മന്ത്രിക്ക പോലും ചെയ്യരുത്. To get out, or we have a ready plan. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? ഒരു പാനിക് നമ്മളുടെ പിന്നെ ഉല്ലാസ യാത്ര കാര്യങ്ങൾ ഇവിടെ എൻജോയ്മെന്റ് ഉണ്ടാവോ? ഈ രണ്ടാമത് കോവിഡ് ഉള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് നിങ്ങൾ ഇരിക്കും. പിന്നെ അല്ലെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്നല്ല, അന്നാവില്ല. മനസ്സിലായോ? അന്നാത് കേട്ടാല് മോളും ചാടലുണ്ടാവും, മോളും ചാടങ്ങളും അവസ്ഥ. മനസ്സിലായോ? അതുകൊണ്ട് പാനിക് എന്ത് ചെയ്യരുത്, ക്രിയേറ്റ് ചെയ്തത് കുറച്ച് ഉത്തരവാദിത്തമാണ്. ഭീതി പടർത്താതെ പാനിക്, ബ്ലഡി പാനിക് ഉണ്ടാവും. നമ്മളത് പറഞ്ഞാൽ ഇത് കേട്ട് ഞാൻ എന്ത് ചെയ്യണം? റൂമെന്നിറങ്ങി. സോ റിയലൈസിംഗ് വീക്ക്നെസ് ഇൻ മൈ സ്റ്റോറി. എനിക്ക് ആകെ പള്ളി പറഞ്ഞു
ഭയങ്കര വിഷമം പിടിക്കണം. വിശപ്പും കൊണ്ട് കൂടി കാരണം എന്താ പറയുക ഇതെങ്കിലും ടെൻഷനാണ്. വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക് ആൻഡ് ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി മൈ പൊസിഷൻ. എന്റെ പൊസിഷൻ അന്നാക്കി തരുന്നു. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ കാര്യപ്പെട്ടാണ് അങ്ങനെ ഇത് ഉത്തരവാദിത്വം മനസ്സിലായി. സോ ഹിയർ വി ആർ ഇൻ ദ മിഡിൽ ഓഫ് അറേബ്യൻ സീ. ഞങ്ങളുടെ 1500 passengers on board. ഓക്കെ, സിറ്റുവേഷൻ പറയാണ്. അറബിക്കടലിൽ നടുവിലാണ്. 1500 ആൾക്കാരാണ്. നോ മീൻസ് വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം. ഒരാളെ വാക്സിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. സ്മോൾ പോക്സിന്റെ ഡെഫിനിഷൻ നോക്കുന്നത്, സ്മോൾ പോക്സിന്റെ വിവരണം കൊടുക്കും. ഡിക്ഷണറി പ്രകാരം ഏറ്റവും ഡെഡ്ലി മാരകമായ പടർച്ചയുള്ള ഒരു രോഗമാണ് എന്ത്? നൂറുകണക്കിന് ആൾക്കാർ ഈ അസുഖം ചെയ്യും. എന്താണ് മോസ്റ്റ്ലി ഡെഡ്ലി കണ്ടാജിയൻ ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസ്. എന്താ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസ്? രോഗങ്ങളുടെ ഡിക്ഷണറി ഏറ്റവും കൂടുതൽ പകർച്ച കൂടുതലുള്ള സ്പ്രെഡിങ് കൂടുതലുള്ള അസുഖമാണ് ഏത്? അദ്ദേഹം ജീവിച്ചു കഴിയുകയാണ്. Back in the surgery, back in my room. One of the rascals was in the grip of a violent rigor. ഞാൻ തിരിച്ച റൂമിലേക്ക് വന്നപ്പോൾ ഒരു റാസ്കൽ അദ്ദേഹം വല്ലാതെ വിറക്കുന്നു. I turned from the shivering man to the Sarah, whose incalculable eyes remained fixed upon me. We have got to isolate this man. മനസ്സിലാണോ? എന്താ തിരിച്ചോണ്ടല്ലേ ഇതെങ്ങനെ വിറക്കാന്നില്ല, ആകെ വിറക്കുക. അപ്പൊ ഞാൻ ഈ സലാമിനോട് പറഞ്ഞു, നമ്മൾ ഈ മനുഷ്യനെ ഐസൊലേറ്റ് ചെയ്യണം. മനസ്സിലാണോ? ഐസൊലേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം, ഐസൊലേറ്റ്. We have got to isolate this man. Check on the contact. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്നത്തെ കോവിഡ് അതേ ഡിസീസ് ഇതേ മാരക്കായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യും. സമ്പർക്കം, മനസ്സിലായോ? ഇതേ മാരക്കം ആയിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ളതിന്റെ ട്രേസിംഗ് എടുക്കണം. ആരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, check on the contact. There was no sick bay on board. പക്ഷേ ഷിപ്പിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു സിക്ക് റൂം ഉണ്ടായിരുന്നില്ല. കാരണം ലാർജ് പണ്ടത്തെ അടുക്കളയിൽ വരെ ബാത്റൂം വെച്ചു. So there was no sick bay on the board. Not an inch of available space. Not an inch of space in the cabin. So Babanad, I looked at the Saram. ഞാൻ വളരെ വിഷമത്തോടു കൂടി സറാമിക്കുള്ള നോക്കണം. സറാം എന്ന സ്ഥലങ്ങളിലൂടെ തലയോടലോട്ടായിട്ടില്ല ആ സറാങ്ങൾ എനിക്ക് ആര് കിട്ടുന്ന സറാങ്ങൾ ഞാൻ അദ്ദേഹത്തേക്ക് വന്ന് നോക്കി. Again turned upon me and full force of his eyes. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ എന്തിനാ സാറ് വിഷമിക്കുന്നത്? We will make a shelter on the after deck. We will make a shelter on the after deck. എവിടെയാണ് ഡോക്ടർ സാഹിബ്? നമുക്ക് ഏറ്റവും മുകളിൽ ഒഴിഞ്ഞ സ്ഥലമല്ലേ, ഷിപ്പിന്റെ ഇവിടെ മോട്ടർ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലമല്ലേ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒന്ന് ഈ സീറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലം ആഫ്റ്റർ ഡെക്ക് ഏറ്റവും മുകളിൽ. അതിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? We will make a shelter. We will make a shelter. Doctor Sahib, doctor, very cool there. മാത്രമല്ല നല്ല ശുദ്ധമായി ആറ്റുള്ള സ്ഥലമല്ലേ അല്ലേ, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഗ്ലാസ് പോലത്തെ സ്ഥലം വിത്ത് പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ. എന്തുണ്ടാകും? ഫ്രഷ് എയർ ധാരാളം കിട്ടുന്ന സ്ഥലം. You don't worry എന്ന് പറയാം. So in the stern of the ship, protected from view of my battery of derricks and donkey engines. എന്തൊക്കെയുള്ള കേടായ ബാറ്ററി, ഡോങ്കി എൻജിൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് റിസർച്ച് ജോബ് അവസാനം അവിടെ പണി തുടങ്ങിയപ്പോൾ വിത്തിനോ ഒറ്റ മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്തു? ഈ അടിയാക്കടാതെ ഉണ്ടാക്കി കെട്ടിപ്പൊട്ടി എന്ത് ഒരു ഷെൽട്ടറാണ്, കാൻവാസിന്റെ ഷെൽട്ടർ. ഒരു കാൻവാസിന്റെ ആരെ എല്ലാവരും കാണിച്ച് കൂട്ടി വിളിച്ച് സംഭവമാക്കിയിട്ടല്ല, സൈലന്റ് എഫിഷ്യൻസി എന്നാണ് ഇതിന് പറയാം. എന്താ പറയാ? സൈലന്റ് എഫിഷ്യൻസി, കാര്യക്ഷമത. മനസ്സിലാണോ? സൈലന്റ് എഫിഷ്യൻസി കണ്ട അസന്റെ അല്ലേ, ഒറ്റ മണിക്കൂർ കൊണ്ട് അസൻ എന്തിനോടെ ഒരു ക്യാൻവാസിന്റെ ഷെൽട്ടർ ഉണ്ടാക്കി. മാട്രസ് ആൻഡ് ഷീറ്റ്സ് വർ then brought up. അടിയിൽ വിരിക്കാനുള്ള പായയും മറക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു. 2 patients, 2 രോഗികളെ കംഫർട്ടബിളി ഇൻസ്റ്റാൾ. എന്ത് ചെയ്തു? രോഗികളാണ് കൊണ്ടുവച്ച് ഞാൻ ഇവിടെ കാട്ടി വെച്ചിട്ട് അറിയോ? രോഗികളാണ് എന്താ ചെയ്യണേ പറയൂ? Our next step was to muster the crew for thorough medical inspection. ഇനി എന്ത് ചെയ്യണം? എല്ലാ ക്രൂസിനും ജോലിക്കാരൊക്കെ thorough medical inspection നടത്തേണ്ടത്.
So one of the strokers who complained fever and headache showed the primordial nodules with the beginning of the typical rash. He was isolated with other kids. അതുകൊണ്ട് തന്നെ വേറെ ആളുകൾ വന്നു അദ്ദേഹത്തെ എന്ത് ചെയ്തു? And now who is going to help me attend this meeting? അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സെറാമ് കേൾക്കാൻ ഞാൻ ചോദിച്ചു, അല്ല ഇതിനൊക്കെ എന്നെ സഹായിക്കാൻ ആരും ഇവരെ അസിസ്റ്റ് ചെയ്യാനും മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്താനൊക്കെ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഹസൻ ചോദിക്കാം, എന്തിനാ സാർ ചിന്തിക്കുന്നത്? ഞാൻ തന്നെയല്ലേ ഇന്നല്ലേ അദ്ദേഹം ഏൽപ്പിച്ചത് ക്യാപ്റ്റൻ ആകുമ്പോൾ അത് ഞാനുണ്ട്. ഈ ഹസൻ ഗ്ലാൻസ് സർപ്രൈസ് വൈ നേച്ചറലി ഇറ്റ് ഈസ് മീ. മറ്റൊരാൾ അന്വേഷിക്കുന്നത് എന്തിനാണ്? കേട്ടോ നമ്മൾ നോക്കും എങ്ങനെങ്കിലും തടിയെത്താനും നോക്കാനല്ലോ. ഇങ്ങനത്തെ ഒരു അസുഖത്തെ ഹസൻ എന്താ പറയുന്നത്? അതെന്താ ആലോചിക്കാൻ സാർ? അതെന്തുണ്ട്? ഇറ്റ് ഈസ് നേച്ചുറലി, അത് ഞാനല്ലേ. ഇറ്റ് ഈസ് യു മസ്റ്റ് ബി കെയർഫുൾ. അപ്പൊ ഡോക്ടർ പറയുന്നു, പക്ഷെ നീ ശ്രദ്ധിക്കണേ, ഇത് കണ്ടിട്ട് അസുഖമല്ല, നീ വിചാരിച്ച അസുഖമല്ല. യു മസ്റ്റ് ബി കെയർഫുൾ. ദിസ് ഡിസീസ് ഈസ് മോസ്റ്റ് കണ്ടൈൻസ്. അത്രയും പെട്ടെന്ന് വ്യാപിക്കുന്ന അസുഖം. I am not afraid of the sight. I am not afraid. What was that? Hassan. I am not afraid. I am not afraid. You can read it. Together, Hassan and I sponged the patient with permanent solution. അങ്ങനെ എന്തെങ്കിലും എടോ ഈ അസുഖം പിടിച്ച ആൾക്കാരെ എന്താ ഈ വസൂലി എന്നാണ് മനസ്സിലാക്കുന്നത്? ശരീരത്തിൽ അപ്പാടെ രക്തവും ചലവും വന്നിട്ട് മനുഷ്യൻ നശിച്ചു പോവുക. ശരീരം അലിഞ്ഞ് തൂങ്ങിയിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അസുഖം കഴിക്കണം. അങ്ങനെ ഒരു ആദ്യം പിക്ചറൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ശരീരത്തിൽ നന്നായിട്ട് ഇങ്ങനെ രക്തം വരാൻ തുടങ്ങി. ആദ്യത്തെ രണ്ടാൾക്കാർ വിശാലിച്ചത് ഓരോ ബോഡിയൊക്കെ എന്ത് ചെയ്തു? ഞാനും വസ്ത്രം കൂടിയിട്ട് സ്പോഞ്ച് ചെയ്ത പേഷ്യന്റ് വിത്ത് പെർമാനന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് സ്പോഞ്ച് ചെയ്തു. മനസ്സിലായോ? ഒപ്പിയെടുത്തു. Administered to each one a strong antibiotic എല്ലാത്തിനും പറ്റും. സോറി വരുന്ന കളർ മറ്റുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് hung sheets and soaked in disinfectant round shelter. ചുറ്റും ഡിസിൻഫെക്റ്റന്റ് ഷെൽട്ടർ വെച്ചു. നിങ്ങൾ ഓട്ടോറിക്ഷ കണ്ടില്ലേ? വെഹിക്കിൾ പ്ലാസ്റ്റിക്കൽ അതുപോലെ ഓരോരുത്തരെയും സിംഗിൾ ആയിട്ട് ചെയ്തു. ആൻഡ് സെറ്റപ്പ് വിത്തിൻ ദ ലിറ്റിൽ സീക്രട്ട് ഏരിയ. അവരൊക്കെ സീക്രട്ട് ഏരിയയിലേക്ക് എവിടെയാണെങ്കിലും അപ്പർ ഡെക്കിൽ വലിയ ഭാഗത്ത് മൂലയിലാണ്. അവിടെയൊക്കെ ഓരോരുത്തർ ഓരോ സിംഗിൾ റൂമിലാക്കി എന്നിട്ട് അവിടെ അങ്ങ് കുക്ക് ചെയ്തു. എന്ത് കുക്ക് ചെയ്തു? എന്താ റൂമിൽ കൊടുക്കുക? മന്തിയോ എന്താ കൊടുക്കുക? ചെറിയ ചെറിയ ഏരിയ ലിക്വിഡ് ഫുഡ് ഞങ്ങൾ അവിടെ തരും. പ്രിപ്പയർ ഗ്യാസ് സ്റ്റവ് ഒക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് സിമ്പിൾ മീൽസ് പ്രിപ്പയർ. സിമ്പിൾ മീൽസ്. What happened next morning? What happened next morning? Next morning, Howard brought a fresh cause for concern. I found 3 new cases among the decans. Decans തന്നെ പെട്ടവർക്ക് 3 പേര് കൂടി. The men already segregated were much good. അതിന്റെ അർത്ഥം എന്താ? The men already segregated were much good. ആദ്യം കൂടി വിട്ട അവസ്ഥ വീണ്ടും വീണ്ടും മോശമായിട്ടുണ്ട്. അതാണ് പറയുന്നത് already segregated. And that same afternoon, 4 more of the crew sickened. അന്ന് വൈകുന്നേരം രാവിലെ 3 പേര്, അന്ന് തന്നെ വൈകുന്നേരത്തിൽ 4 പേർക്ക് 4 more of the crew. കണ്ടാങ്ങളെ അപ്പൊ എത്രത്തോളാണ് ഈ എന്റെ സ്പ്രെഡ് നോക്കുന്നത്? വീണ കോളേജ് പത്തായി we now had 10 days in our makeshift resort. It was a situation to test the strongest man. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ധൈര്യം പരീക്ഷിക്കേണ്ട ടൈമായിരുന്നു. നിങ്ങളൊന്നാലും 1-2 ആൾക്കാരുടെ 2 ദിവസം കൊണ്ട് 10 ആൾക്കാർ. ആ 10 ആൾ ഏതൊക്കെ കോണ്ടാക്ട് ഉണ്ടാവില്ലേ? ഏറ്റവും കൂടുതൽ ധൈര്യം ചെക്ക് ചെയ്യപ്പെടേണ്ട പരീക്ഷണ ഘട്ടമായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ സെറാങ് ഒരു കുഴപ്പമില്ലല്ലോ. അൺപെർട്ടർബ്ഡ് മീൻസ് ഒരു കുലുക്കവും ആയിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ല, ആരും കണ്ടില്ല, കണ്ടില്ല. ഒരു കുലുക്കവും ഒരു പേടിയും ഭയങ്കര ഇതിഹാസമായിട്ടുള്ളത്. ഇവനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നത് ഫ്രഷ് ആർട്ട് വരുന്നത്. മനസ്സിലായോ? സോ ഇൻ ടെൻഡിങ് ദ പേഷ്യന്റ് ഹി വാസ് അൺഡിഫാറ്റിഗബിൾ. രോഗിയെ പരിചരിക്കുന്നതിൽ ഒരു 24 മണിക്കൂറുകൾ പരിചരിച്ചിട്ട് ഒരു ക്ഷീണവും ഞാൻ ആരും കണ്ടില്ല. എല്ലാവരും ചെയ്യും. രോഗികൾ അങ്ങോട്ടാക്കുന്നു, കഞ്ഞി വെച്ച് കൊടുക്കുന്നു,
എന്തായാലും നല്ല വീടുള്ള കാല ഇൻഡിഫാറ്റികൾ കുലുക്കമില്ലാത്തതിന്റെ ഇംഗ്ലീഷ് പറയുന്നതിനും എന്താണ് വെരി ഗുഡ് നിങ്ങൾ ഇതിക്ക് അതുകൊണ്ട് കണ്ടെത്തായിട്ടാണ് ഒന്നും കേൾക്കുക അങ്ങനല്ല. ഇനി നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായല്ലോ? അപ്പൊ ഇന്നോട് നിങ്ങളൊരു 1.5 മണിക്കൂർ അഭിനയിച്ചാൽ ചില ആൾക്കാർ മനസ്സിലായോ? അത് വേണ്ടല്ലേ? അത്രയും വേണ്ടല്ലോ. 4 മണിക്ക് ഉണ്ടോ? 1 മണിക്കൂർ അഭിനയിച്ചാൽ മതി. 1, 2, 3, 4, 5 ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അല്ലാണ്ട് കണ്ണൊക്കെ കൂടി പോകണ്ട. പക്ഷേ ഭയങ്കര വെപ്പാലും അതൊന്നാണ് ശ്രദ്ധിച്ചോ. അപ്പൊ ശ്രദ്ധിച്ചെങ്ങള് in tending the patient he was indefatigable. ഒരു ക്ഷീണമില്ല. Be careful. So be careful. ഞാൻ ഇങ്ങനെ പറയുന്നു ഡോക്ടർ നിങ്ങൾ അസുഖം എത്ര പറയുന്നു ശ്രദ്ധിക്കണേ. I want to beg you. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് ഇടയ്ക്കത് ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. Do not quite so close. എന്താണ് ഞാൻ അവനോട് പറഞ്ഞത്? തൊട്ടടുത്ത് ഇടവരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോഴൊക്കെ അസം പറയുന്ന now showed his strong breathing, sudden breathing smile. Are you careful of yourself? അല്ല ഡോക്ടർ സാഹിബ് നോക്കുന്നില്ലല്ലേ? ഡോക്ടർ സാഹിബിന്റെ ശരീരം ഡോക്ടർ സാഹിബ് നോക്കുന്നില്ലേ? ഇന്ത്യയുടെ ഓക്കെ ഇതിന്റെ ജോലിയല്ല, എന്റെ ജോലിയുടെ ഭാഗം. പക്ഷെ താങ്കൾ നോക്കണം ഡോക്ടറിനോടായി പറഞ്ഞു. അപ്പോൾ അച്ഛന്റെ മറുപടി വെക്കുന്നത് ഡോണ്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ്. ഞാൻ നല്ല സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് മൈ വർക്ക് ടു. താങ്കളെ പോലെ ഇതും എന്റെയും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉല്ലാസം പറഞ്ഞിട്ടോ. അല്ലാതെ ഡ്യൂട്ടി ഐ മീൻ ലീഗൽ എന്നുള്ള അർത്ഥത്തില്ല, മനസ്സിലായോ? അതാണ് ഡ്യൂട്ടിയാണ്. പക്ഷെ ഇയാൾ പറയുന്നത് ഒരു വേറെ സ്പിരിച്വൽ വേല, മനസ്സിലായോ? സോ I was so weighed down by responsibility that I had slightly concern for myself. ശരിയാണ്, അസം പറഞ്ഞത് ശരിയാണ്. കാരണം ഇതിന്റെ പേരിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോയിട്ടുണ്ട്, ചായ കുടിക്കാൻ മറന്നു പോയിട്ടുണ്ട്, എന്റെ സ്വയം ശരീരം നോക്കാൻ പലപ്പോഴും ഞാൻ although we were moving full steam ahead. ഇനി ഞങ്ങൾക്ക് ഇത് ബസ്സിന്റെ മഹി അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നു പോകാൻ പറ്റിയോ? ഇപ്പോൾ അവിടുത്തെ കൂടെ നടക്കാൻ പറ്റില്ല. ഇനി ഒരു കരക്ക് ഞങ്ങൾക്ക് എത്തേണ്ടി കൊളംബോണ് അടുത്ത സ്ഥലം, മനസ്സിലാണ്ടോ? കൊളംബോണ് അടുത്ത സ്ഥലം. ആടേക്ക് എത്താൻ ഈ ചുരുങ്ങിയത് എത്ര വേണം? 8 days ഉണ്ട്, മനസ്സിലാണ്ടോ? ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കാം, ആരൊക്കെ ശേഷിക്കുന്നുണ്ടാവും, കൊളംബോണ്ടാവുന്നുള്ള യാതൊരു ഐഡിയയും ശ്രദ്ധിക്കണ്ട. ഇതുവരെ തന്നെ എഴുതാൻ മതി. നല്ല 4 പേജ് മാത്രം. So, in the course of next 48 hours, foremost doctors went to join the others. അങ്ങനെ ചെയ്തു. അന്ന് തന്നെ നിങ്ങൾ പറയാൻ എന്തുണ്ടായി? നെക്സ്റ്റ് 48 ഹവേഴ്സിന്റെ ഉള്ളില് 4 കേസ് കൂടി വന്നേ. എത്ര കേസായി? വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് വായിക്കാൻ സാധനമാണ്. പരീക്ഷയുടെ ചോദ്യം വരുമ്പോഴേ മനസ്സിലാവും. ഇത്രയും ക്വസ്റ്റ്യൻ ടോട്ടൽ ഓഫ് 14. Total of 14. And one of the easier victims had lastly become one of the earlier victims. One of the അവരൊക്കെ ഹാർഡ് ലാസ്റ്റിലേക്ക് പോകാം. അവരൊക്കെ എന്തെങ്കിലും കത്തിപ്പോയിട്ടുണ്ട്, അവർക്കൊന്നും പോകാനല്ല. അവർ മരിക്കുന്നത് ഏത് അവസരത്തിലും മരിക്കുന്ന കണ്ടീഷനായിട്ട് അവരൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അങ്ങനത്തെ തരത്തിലേക്ക് seemed likely to die at any hour. They expecting that at any hour. Under the sudden Lord, അത്രയും എന്റെ മനസ്സിലെ പ്രയാസം മൂലം I could not sleep. ഡോക്ടർ പറയാം I could not sleep. And where I knew I should find him, watchful and mute under the stars. I was ഞങ്ങളെല്ലാം കളിക്കുന്നത് യോഗ്യതല്ലേ, യോഗ്യത ആഫ്റ്റർടക്കിലല്ലേ. കുറെ കൂടെ മാറി ഞാൻ ഒബ്സർവ് ചെയ്യാനും ആരും റീഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതേ ആഫ്റ്റർടക്കിൽ കുറച്ച് മാറി കിടക്കുകയാണ്. ഞാൻ മാറി I knew I should find him, watchful and mute under the stars. നോക്കിയാൽ സ്റ്റാറുകളുടെ താരങ്ങൾ കിടക്കാൻ വിശാലമായ ആകാശത്തിലേക്ക് തുറന്ന ആഫ്റ്റർടക്കിൽ ഞങ്ങളിങ്ങനെ കിടക്കുകയാണ്. അതേ ആ സമയമാണ് ആദ്യം ഇങ്ങനെ കിടക്കുക. ഞാനിന്റെ അച്ഛനപ്പുറം I watched the moon and the stars past the Seraph, and that's why you listen.
How shall I describe the solace which followed towards me from east to there in meditation? അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഹസൻ എന്താ ചെയ്യുന്നത്? ഹസൻ നിസ്കാരത്തിലാണ് 1 മണിയായി 2 മണി മനസ്സിലാട്ടോ അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായ എന്താ സംഭവം? ഡോക്ടർ പറയുന്നത് സ്റ്റാച്യു പോലെ അദ്ദേഹം നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് 2 കൈയും നെഞ്ചിൽ കെട്ടിയിട്ടുണ്ട്. കാരണം അല്ലേ നമ്മൾ മനസ്സിലാക്കാണ് he was in meditation, he was in prayer. Was is അദ്ദേഹത്തിന്റെ ലോങ് ആംസ് 2 കൈകൾ ആം എന്നല്ലോ കൈകളും അദ്ദേഹത്തിന്റെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എവിടെ? on his chest. He stand motionless as a statue. He standing motionless as a statue. When a sick man groaned faintly, ആ സമയത്താണ് ഗ്രോണിംഗ് ശബ്ദം. മനസ്സിലാണോ? ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ കടന്നു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക. The sick man groaned faintly. He would step forward without sound. ഇതിങ്ങനെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡോക്ടർ ഞാൻ കാണാട്ടോ, ഡോക്ടർ കിടക്കാനാണ്, ഡോക്ടറാണെങ്കിൽ കിടക്കാണ്. അങ്ങനത്തെ കയ്യും ആ ഒന്ന് കയ്യും എന്താ സംഭവിക്കുക എവിടെ എത്തി നോക്കാം. വീണ്ടും തിരിച്ചു വരും, വീണ്ടും നിസ്കരിക്കും. He folded his arms while he surged slowly forward. ഹസൻ ഹാഡിനോ കോൺഫിഡൻസ്. ഹസന്റെ എന്തൊക്കെ ഹസനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? നായകനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഹസൻ ഒരു കാര്യം ചെയ്ത് മനസ്സിലായി, ഒന്ന് സെൽഫ്ലെസ് സർവീസ് മൈൻഡ് ആണ് അല്ലേ? നിസ്വാർത്ഥ സേവകനാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടപ്പോ ഇല്ല. എന്താണ് പറയാ? സെൽഫ്ലെസ്. അതാണ് ഒരു തവണ എന്ത് ചെയ്യുന്നത്, ഒരു എത്ര വർഷം അറിയില്ല, ഏതായാലും 4-5 വർഷം കഴിഞ്ഞിട്ട് ഹസന്റെ കാര്യത്തിൽ 1 മാർക്കിന് വെച്ചിരുന്നു, ഒറ്റ മാർക്ക്. ഈ ഒറ്റ മാർക്കിന് ഹസന്റെ കാര്യത്തിൽ വെച്ചാൽ നിങ്ങൾ പഠിച്ച 10 തന്നെ പോയില്ലെന്നോ എന്താ അവിടെ നിങ്ങൾ ധൈര്യമാണ്. കാരണം അതിന് എന്തായിട്ട് ഉദ്ദേശിച്ചത് 10 ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാര്യത്തിലായിരിക്കും അവിടെ ഉദ്ദേശിച്ച 1 മാർക്കിന്. അതാണ് ഏത് നിസ്വാർത്ഥ സേവനം. മനസ്സിലാക്കുക പറയണേ? ഒന്ന് പറഞ്ഞാലും സെൽഫ്ലെസ് സർവീസ് മൈൻഡ്. എന്ത് എന്താണ് ഇംഗ്ലീഷ് പറയാം? Selfless service minded without expecting any reward. Without expecting any reward. ഒന്ന് പറഞ്ഞാലേ Hassan was a man of selfless service minded without expecting any reward. Any reward. ഇത് നമ്മൾ വലിയ കാർഡ് സ്കെച്ച് എവിടെ ചെയ്താൽ നടുവിൽ കേട്ടോ. വലിയ കാർഡ് സ്കെച്ചിന്റെ നടുവിൽ ആദ്യം തുടങ്ങിയതല്ലേ കാണാൻ ഇങ്ങനത്തെ തല വലിയ ചെറിയോടൊക്കെ പറയണ്ടേ അപ്പിയറൻസ് ആണ് ആദ്യം തുടങ്ങാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ അതൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവരും. അപ്പിയറൻസിലാണ് ഒരാൾ തുടങ്ങുക. ക്യാരക്ടർ സ്കെച്ച് വളരെയധികം ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഹസൻ ഇങ്ങനത്തെ ഒരാളാണല്ലോ. ഹസൻ സംസാരം വളവളാതിരുന്ന ഒരാളാണ്. ഹസൻ കൂടുതൽ സംസാരിക്കുന്ന ആളാണോ? അതെങ്ങനെ മനസ്സിലായി? ഹസൻ ഹാഡിനോ കോണ്ടിനസ്. നോ കോണ്ടിനസ്. ഹസൻ ഇഷ്ടമല്ല കുറെ ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ ഒന്നാമത് ഒരു കാര്യം പറഞ്ഞേ, ഹസൻ ഹാഡിനോ കോണ്ടിനസ് ഫോർ സ്പീച്ച്. വെരി ഇമ്പോർട്ടന്റ് ആണ്. 2. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പാരഗ്രാഫ് എന്തിനു വേണ്ടി ഉപയോഗിച്ചാണ്? ഹസന്റെ കാർഡ് സ്കെച്ചിലേക്ക് ഒരുപാട്. ഇതെങ്ങനെ മനസ്സിലായി? ഈ പാരഗ്രാഫ് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ആര് രണ്ടാളോട് കിടക്കാണ് അപ്പൊ അദ്ദേഹം പല കാര്യം ഇയാളോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. എടോ ഇല്ലേ, സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഫ്രീ ആയ സമയമല്ലേ ഇത്. അപ്പൊ അത് പലരും കാര്യം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ വിവരം ആര് കൊടുക്കുമ്പോ? ഹസൻ കൊടുക്കുമ്പോ നമുക്കത് എന്തായി മാറും? കാര്യം മാറും. മനസ്സിലാണ്ടോ? ശ്രദ്ധിക്കുക. ലോജിക്കൽ കണക്ഷൻ ഉണ്ടാവണം. ഹസൻ കൊടുക്കുന്ന ഓരോ വിവരവും നമുക്കൊരു ഉത്തരമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ അദ്ദേഹം ആരാണ്? സംസാരപ്രിയനല്ല. But despite the silence of our long activities, I gathered. ആര് പറയാണ്? ഡോക്ടർ പറയാം. ഞാൻ പലതും അടർത്തിയെടുത്തു. I gathered some fragments of his history. ആരുടെ ഹിസ്റ്ററി? ഹസന്റെ ഹിസ്റ്ററി. ഞാൻ പലതും ഇപ്പോഴത്തെ ഹസനെ കുറിച്ച് ഫസ്റ്റ് ഭാഗത്ത് ഈ വാസം പഞ്ചാബുകാരനാണ്. ഹസൻ പഞ്ചാബുകാരനാണ്. When his parents had wanted South Indian ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് നടന്ന സമയത്ത്, ഹസന്റെ ഭാരത് നടന്ന സമയത്ത്, there are like so many in the coastal area. ആരും മാറി താമസിച്ചിട്ടുണ്ട്. ഹസൻകാരൻ, ഹസൻ ഫാമിലി അങ്ങനെയാണ് വ്യത്യസ്ത കോസ്റ്റൽ ഏരിയയിൽ
കടപ്പുറങ്ങളിൽ മാത്രം താമസിച്ചുകൊണ്ടാണ് ഈ ഒരു സീ ലൈഫിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള മനസ്സിലാണോ? വ്യത്യസ്ത കോസ്റ്റൽ ഏരിയയിലായിരുന്നു അവരുടെ ജീവിതം, ഫാമിലിയുടെ ജീവിതം. For nearly 40 years, 40 വർഷത്തോളം ലോകം എന്ന് പറയുന്ന അസൻ കടലാണ്. എത്ര വർഷമായി? ലോകം എന്ന് പറയുന്ന അസൻ എന്താണല്ലോ? കടലാണ്. How many years? 40 years. And 15 of these years, ഈ 40 വർഷത്തിൽ 15 വർഷം he had been spent in the Ramagan Sea. പറയൂ. ഈ ഷിപ്പിൽ എത്ര വർഷമായി നമ്മുടെ? 15 years. അപ്പൊ നിങ്ങൾക്ക് പറയണം Hassan is from Punjab. He is an Indian Sarak in the ship of Rana Gandhi. No, he spent 15 years. Okay. India had no place on earth. കാരണം അദ്ദേഹത്തിന് അച്ഛനും അമ്മയും അല്ലെ വാപ്പയും അച്ഛനെ ചോറ് തീരത്ത് അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയുന്ന മഹാ രാജ്യത്ത് ഹസ്സൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കി? No place on shore. He is neither family. അദ്ദേഹത്തിന് എന്തില്ല? family ഇല്ല. Nor friends. Great mass of India. And he had never married. He is not married. He is not married. He is not married. He is not married. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി അദ്ദേഹം ഷഫിലൊക്കെ ഒന്നും പറയുന്നത് ഹസൻ ഈസ് നോട്ട് മാരീഡ്. He has been working in the Ranagati ship for 50 years. He is an Indian Saram. He is from Punjab. Okay. ആദ്യം പറയുന്നത് എന്താ? Hassan is the central character in the story of the Saram of Ranagati. He was a squat, short body and disproportionate head. Disproportionate head. ബോഡിക്ക് പറ്റാത്ത പ്രപ്പോസൽ അല്ലാത്ത ശരീരമുള്ള കുള്ളനായ മനുഷ്യനായ അടുത്ത പഞ്ചാബ് is not married. Then by religion, മതപരമായിട്ട് ഹസ്സൻ was a Muslim. He was a Muslim. And all his life he had actually ഇത്രയും കാലം 15 കൊല്ലം ഒരു റൂട്ടി ഉണ്ടാക്കിയില്ല. That is very very important. വാങ്ങിയില്ല എന്നല്ല, അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല, സമ്പാദിച്ചില്ല. മനസ്സിലാണ്ടോ? സമ്പാദിച്ചില്ല. നീതർ പ്രോപ്പർട്ടി നോക്കണം. പൈസ ആയിട്ടോ സമ്പത്തായിട്ടോ ഒരു ആസ്തി മാറ്റില്ല. അദ്ദേഹത്തിൻ്റെതായി പറയാൻ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കണ്ടെയ്നിങ് ചിപ്രസ്. അദ്ദേഹത്തിന് തകരപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷിപ്പ് ഒരു തകരയുടെ ചുട്ടിയ സാധനം. അതിലേതാനും ചില സാധനങ്ങളുണ്ട്. മൈറ്റ് ബി വർത്ത് എ ഫ്യൂ റുപ്പീസ്. എന്തായിരിക്കാം? അദ്ദേഹത്തിന് കൗതുകം തോന്നിയ തുണിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കത്തിയായിരിക്കും, കൊടുവാളായിരിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രമായിരിക്കാം. മനസ്സിലായോ? ഇത്ര എല്ലാം സിമ്പിൾ ആയിരിക്കാം. The thought might be a few rupees. കുറഞ്ഞ രൂപക്ക് വിലയുള്ള എന്തെങ്കിലും ഒരു അർത്ഥം. മനസ്സിലായോ? അത് സമ്പാദിച്ച സാധനം. The thought ഇതെല്ലാം കേട്ടപ്പോൾ ഡോക്ടർ കാണുന്നു. ഇതോ അതിന് സാധനം ഈ ഡോക്ടറെ എത്ര സാധനം എത്ര കിട്ടിയിട്ട് ആർക്ക് ചെയ്യുന്നു? മനുഷ്യന്റെ അവസ്ഥ അല്ലേ? എല്ലാവരും അവസ്ഥ അല്ലേ? ഡോക്ടറെ മാത്രം പറഞ്ഞാലോ, എല്ലാവരുടെയും അവസ്ഥ അല്ലേ? അപ്പൊ ഡോക്ടർ ഈ അടുത്ത് കിടക്കുന്ന ഈ ഡോക്ടർ വല്ലാതെ പ്രയാസം, മനസ്സിനൊക്കെ ഇങ്ങനെ ഈ ആരുടെ ഈ ചരിത്രം കേട്ടപ്പോ അതൊക്കെ കേട്ട സമയത്ത് ഞാൻ ഹസനോട് പറഞ്ഞു, ഹസൻ യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി. ഈ എമർജൻസി ടൈമിൽ നീ എന്നെ വല്ലാതെ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നീ എന്നെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. നീ എന്നെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. The company must give you extra pay. കമ്പനി എനിക്ക് തരും എക്സ്ട്രാ ഓവർ ഡ്യൂട്ടിക്കുള്ള പൈസ തരുമായിരിക്കും. മനസ്സിലാണ്ടാ പറയുന്നത്? തരുമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഞാനത് വേണമെങ്കിൽ അദ്ദേഹം അറിയാമെന്നല്ല. ഇതിങ്ങനെ കേട്ട സമയത്ത് നമ്മൾ അസൻ ഒരു നിമിഷം സാധനം ഇതാണ് ഈ ആൻസർ. പിന്നെ അസൻ പറയാ ഡോക്ടർ, വാട്ട് യൂസ് ഓഫ് മണി സാർ? പൈസ കൊണ്ട് എന്ത് യൂസാണ് സാർ ഉള്ളത്? ഒരു മനുഷ്യന്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് സാർ കാശ്? ഈ മനുഷ്യന്റെ എല്ലാ ആവശ്യവും നിറവേറ്റും. ഇയാൾക്ക് കാറുണ്ടോ, ബൈക്കുണ്ടോ, 2 നില വീടുണ്ടോ, കാര്യങ്ങളുണ്ടോ? അയാൾ ആവശ്യം എന്താ? അയാൾ ഉള്ളതിൽ എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാണ്ടോ?
ഒരാളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് യൂസാണ് സാർ മണി കൊണ്ടുള്ളത് എന്ന് ഇത്രയും നിഷ്കളങ്കനായി വിനീതനായി ഒരു രൂപ സമ്പാദിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യൻ ചോദിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായെങ്കിൽ അപ്പൊ അവിടെ അച്ഛൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് വിട്ട് കളഞ്ഞുകൊണ്ട് കാര്യം ചെയ്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താക്കുന്നത്? ഇപ്പോഴൊക്കെ ഭയങ്കര ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടും. പക്ഷെ സെന്റൻസിൽ നമുക്ക് ആക്കണ്ടേ അല്ലേ? നമുക്ക് എഴുതിക്കാൻ പറ്റുമോ? ഒരു കഥ പോലെ എഴുതിക്കാൻ പറ്റുമോ? ഒരിക്കലും. അപ്പൊ നമ്മൾ ഇത് ചെയ്യണം. ഹസൻ വാസ് കണ്ടന്റഡ്. കണ്ടന്റഡ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ. നിങ്ങളൊക്കെ എന്റെ യൂട്യൂബിൽ നിങ്ങൾ ആരും റിസ്ക് ചെയ്തണ്ട. കാർഡ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 2 ഏതാണ്? ഓരോ ഞാൻ ഈ പാർട്ട് തന്നെ ഓരോ പാർട്ട് വരെ വീഡിയോ ആക്കാം. ഓരോ പാർട്ട് അതായത് 15, 20, 23 മിനിറ്റ് ഉണ്ടാവും ഓരോ, മാക്സിമം 25. ആ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോ മനസ്സിലായോ? 13 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എല്ലാത്തിലും 13 പച്ചവശത്തിലുണ്ടാവും. 13 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ കാണാതെ പാർട്ട് 1, 2, 3 ചെറുതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ് 13 വരെ റിപ്പീറ്റ് ആണ്. അല്ല, ഓരോന്ന് മനസ്സിലായോ? അതിൽ രണ്ടാമത്തെ നമ്പറിലാണ് ഏതുള്ളത്? അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്റെ ഫ്രണ്ടിന്റെ മാതിരിയല്ല ഒരു ആൻസർക്ക് അധികം എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്യാം കേട്ടോ. അല്ലാതെ ടോട്ടലി ആയിട്ടുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാം. നിങ്ങൾ അതിന് നിങ്ങൾ ടെക്സ്റ്റ് നഷ്ടം ചെയ്തിട്ടുണ്ട്. പെൻസിലോട്ട് പേരോട് എഴുതാൻ പറയും. ഈ പേരോട് ടെക്സ്റ്റ് ചെയ്യാൻ അടുത്ത തലമുറ വരുന്ന സമയത്ത് ഒരു ക്ലാസ്സൊക്കെ വരയ്ക്കാൻ വിളിച്ചറിയും. ഇത് നോക്കിയാൽ വിളിച്ചറിയും. കല വിളിച്ചറിയും. ഒക്കെ പവളാണെന്ന് വിളിച്ച് പറയും. എന്താണ് അപ്പൊ അച്ഛന്റെ അവസ്ഥകൾ മനസ്സിലായോ? എന്താ അച്ഛൻ ചോദിച്ചത്? മനസ്സിലാക്കണം. അച്ഛന്റെ ഗാഡ്ജറ്റ്സ് ചോദിക്കുമ്പോൾ ഈ ഡയലോഗ് ആയിരിക്കും ഉണ്ടാവുക ടെക്സ്റ്റിൽ. അതായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കാം. പിന്നെ വേറെ ഒരു കാര്യമില്ലേ, ഏത് ഈ എമർജൻസി ടൈമിൽ നീ എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായോ? എന്നിട്ട് അച്ഛനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ആരായിക്കുന്ന കത്ത് ചെയ്താൽ പറയും. ഡോക്ടർ ടോണിന് ഈ വനഗഞ്ചി ഷിപ്പിന്റെ ഡയറക്ടർക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ അയക്കുന്നതായിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടി. മനസ്സിലാക്കാം. അപ്പൊ അവിടെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം. ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ സാധ്യതകൾ അച്ഛനെ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ അയക്കുമ്പോൾ എന്താ ഇയാൾക്ക് പണി ആദ്യമായി ചെയ്ത സേവനം പറയണ്ടേ? വേണ്ടേ? അത് പറഞ്ഞിട്ടല്ല ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. റെക്കമെൻഡ് ചെയ്തിട്ടാണോ സേവനം പറയാ? അല്ല. അതാണ് അത് വായിക്കുമ്പോഴാണ് ഇയാളെ മൈൻഡ് ഇങ്ങനെ അല്ലേ നമ്മളെ ബോസ് അല്ലെങ്കിൽ ഡയറക്ടർ. ഓക്കെ, ഇനിയാവും നമ്മൾ പോവാണ് ക്ലാസ്സിലേക്ക് ബാക്കി പോവാണ്. ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയാം? അവളാണ് അസൻ ചോദിക്കുന്ന ചോദ്യം, വാട്ട് യൂസ് ഈസ് മണി? വാട്ട് യൂസ് ഈസ് മണി? ടു വാട്ട്? ഓൾ ദ പീപ്പിൾ. ഞാൻ അദ്ദേഹം പറയാണ്, ഐ ആം വെൽ ഇനഫ് ദ വേ ഐ ആം. എന്താ അതിന്റെ അച്ഛനെ പറഞ്ഞതിനർത്ഥം? ഐ ആം വെൽ ഇനഫ് ദി വേ ഐ ആം. ഐ ആം വെൽ ഇനഫ് ദി വേ ഐ ആം. ഞാൻ ഇപ്പോൾ ജീവിതത്തിൽ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെന്റൻസ് ഏത് അസൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. അസൻ വാസ് എ മാൻ contented. Contented കിട്ടുന്നില്ലെങ്കിൽ satisfied with what he has. What he has ഉള്ളത് കൊണ്ട് എന്താണോ അദ്ദേഹത്തിന് ഉള്ളത് അതുകൊണ്ട് കണ്ടന്റ് ചെയ്യുന്നു. Content means satisfied. Content means satisfied. Asan was a man contented with what he has. അത് അസൻ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയില്ല. അസൻ പറയുന്നത് ഞാൻ പള്ളിയിൽ തന്നെ സന്തുഷ്ടനാണ്. അതിന്റെ അർത്ഥത്തിനെല്ലാം ഒന്നുമല്ല, ഉള്ളതിൽ തൃപ്തി അറിയുന്ന ഒരാളായിരുന്നു ആര്? He was unmistakably sincere. വളരെ സിൻസിയർ ആണ്. Completely detached from usual love of reward. സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതിഫലം നിന്ന് പ്രതിഫല മനസ്സിൽ നിന്ന് തികച്ചും ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആര്? Completely detached from money and wealth. He was not at all a greedy person. അദ്ദേഹം ഒരിക്കലും ഒരാൾക്കുള്ളവനായിരുന്നു. He was not at all a greedy person. Completely separated from money and wealth. He is completely detached from usual hope of reward, usual hope of achievements. Money had no interest for him. പൈസ എന്നുള്ള സംഭവം ആർക്കും താല്പര്യം ഉണ്ടാക്കിയില്ല. Money had no interest for him.
കപ്പലിൽ ഒരു കോടിന്റെ ഫുഡ് ഉണ്ട്. പിന്നെ യൂണിഫോം ഇവിടെ അസൻ മാറ്റിലെടുക്കുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അസന്റെ കാലത്ത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അസൻ ഇന്നത്തെ സ്റ്റാറാവും. മനസ്സിലായോ? ഞാൻ ആൾവേസ് കേട്ടോളെ, എല്ലാ കാലവും അസൻ അതിനെ തിരസ്കരിച്ചിട്ടേ ഉള്ളൂ. എന്തിന് മണി ആൻഡ് അപ്പൊ ഇവിടെ രണ്ട് കാരണം നിങ്ങൾക്ക് കിട്ടും. He was not greedy for money or wealth എന്നതിൽ കൂടെ greedy എന്ന ആത്മീയാണ്. greedy greedy not greedy for money or wealth, self control. അപ്പോൾ പണത്തോടുള്ള ആർത്തിക്കും സമ്പത്തിനോടുള്ള ആർത്തിക്കും പകരമായിട്ട് അസലിലുള്ള എന്തൊക്കെയായിരുന്നു? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഉണ്ടോ? കണ്ടോ നിങ്ങളെ? ഇൻസ്റ്റാറ്റ് പകരമായി ഇത്രയും സമ്പത്തിനും പണത്തോടുള്ള ആർത്തിക്കും പകരമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ കറേജ്. എന്താണ് കറേജ്? മറ്റൊന്നെന്താണ്? സെൽഫ് കൺട്രോൾ. എന്താണ്? സെൽഫ് കൺട്രോൾ. മറ്റൊന്നെന്താണ്? ഫെയ്ത്ത് പറഞ്ഞാൽ സാധാരണ ഫെയ്ത്ത് ഒന്നല്ല. ആണോ? സാധാരണ ഫെയ്ത്ത് ഉള്ള ഒരാൾ സമ്പാദിക്കില്ലല്ലോ അല്ലേ? നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു അസന്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. നാളെ എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുന്ന ആളായിരുന്നോ? നാളെ അങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കുന്ന ആളായിരുന്നോ? അപ്പൊ നല്ല സ്ട്രോങ് ഫെയ്ത്ത് തന്നെ വേണ്ടേ? അസൻ നാളെ കുറിച്ച് ആലോചിക്കുന്ന ആളായിരുന്നില്ല എന്ന് നമ്മൾ കാര്യത്തിൽ എങ്ങനെ അയക്കണം? നാളെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന, നാളെ എന്ത് ചെയ്യും, നാളെ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും എന്നോർക്കുന്ന ഒരു ജീവിയായിരുന്നില്ല, ഒരു മനുഷ്യനായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായി നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും. Hassan is disregard of tomorrow. He was disregard of tomorrow. രണ്ട് വേടേ. അപ്പൊ അതാണ് നാളെ കുറിച്ച് ഓർത്ത് വേദാറാവും. എങ്ങനെ അപ്പൊ ഇത് ചെയ്ത് നമ്മൾ ആലോചിച്ചൂലെ പലപ്പോഴും? He was disregard of, ഒന്ന് പറഞ്ഞാലും contented with what he has. He was contented with what he has. So എല്ലാവരും ഒരുമിച്ച് നാളത്തെ കുറിച്ച് എവിടെയായിപ്പെട്ട നാളെ എന്താ പറയും? Disregard of അങ്ങനെ കേട്ടോളെ നിങ്ങളെ. Disregard tomorrow. Disregard പാവമായി ജീവിക്കുക, പാവമായി മരിക്കുക. ഇതെന്നായിരുന്നു? The man worked among lived poor and died poor. കണ്ടോ നിങ്ങള്? Lived poor and died poor. Lived poor and died poor. Standing with him. അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഭയങ്കര ലെക്ചർ തോന്നുന്നു. അത് പറയാം. എന്ത് ലെക്ചറാണെന്ന് ആരോട് പറയാൻ പറ്റുമോ? Secret shame. What type of shame? Secret shame. I felt. ഉണ്ടോ? ചന്ദ്രന്റെ നിലാ വെളിച്ചത്തിൽ, ചന്ദ്രന്റെയും നക്ഷത്രങ്ങൾ നിലാ വെളിച്ചത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് അച്ഛൻ്റെ അടുത്ത് കിടക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് പറയും. അപ്പൊ എനിക്ക് എന്തുണ്ടായടോ? I was standing with a strange pain. എന്തോന്ന് എന്റെ നെഞ്ച് കുത്തിയതുപോലെ തോന്നുന്നു. Beside his clear simplicity, the world value suddenly seemed lost. A great party was started in Salon. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചു, സലൂണിൽ വലിയ AC റൂമിൽ വലിയ പാർട്ടി നടക്കാം. അങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ടെങ്കിൽ നേരെ മറ്റേ ഗ്രൂപ്പ് സമ്പാദിക്കാതെ രണ്ട് മനുഷ്യന്മാരല്ലേ? ഇതാണ് ആലോചിച്ചു പോകുന്നത്. അതുകൊണ്ടോ ഓടിയുള്ള പാർട്ടികൾ നടത്തുന്ന, ഡാൻസ് പാർട്ടികൾ നടത്തുന്ന ഒരു മുമ്പിന് മോഡലോ ഇവിടെ അസല പോലത്തെ ആൾക്കാർ 15 വർഷം രൂപ സമ്പാദിക്കാത്ത ആൾക്കാർ, ഇത് രണ്ട് മനുഷ്യന്മാരല്ലേ എന്ന് എനിക്ക് Indeed, I viewed my own outlook toward the future. My passion is ഞാൻ തന്നെ ആരാണ്? ആരെ കുറ്റം പറഞ്ഞത്? ഞാൻ തന്നെ ആരാണ്? ഞാൻ
തന്നെ ആരാണോ പാഷനേറ്റ് ഡിസയർ, എനിക്ക് തീരാത്ത ആർട്ടില്ല പൈസ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടല്ലോ. പാഷനേറ്റ് ഡിസയർ ഫോർ സക്സസ് ആൻഡ് വെൽത്ത്. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കാശ് കിട്ടാതെ പ്രൊമോഷൻ കിട്ടാതെ ആൾക്കാരുടെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ചെയ്യുന്നത് അല്ലേ. സോ ഡിസയർ ഫോർ സക്സസ് ആൻഡ് വെൽത്ത്, ഈ സക്സസും വെൽത്തും ആരെ ബാധിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് I was conscious of a secret shape. I was conscious of a പലപ്പോൾ കേട്ടൊരു കാര്യമില്ലേ, ഒരു കാര്യമില്ല കേട്ടോ. നല്ലോണം കേട്ടോളൂ. എവിടെ എത്തി ഏത് ഭാഗത്താണ് ഇപ്പോൾ പറയുന്നത് ഒക്കെ മനസ്സിലായല്ലോ. മനസ്സിലായോ? തീരാൻ ഇതിലൂടെയുള്ള ചെറിയ 5 പേര് സ്മോൾ 5 പേര്. On the following day, on the following day, next day, what happened? We lost 2 of our faces. എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് നഷ്ടം. തീ പോയാൽ പിന്നെ പോലെ ടാഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെടാൻ മരിക്കാറുണ്ട് അല്ലേ. മരിക്കാറാണെങ്കിൽ വെച്ചാൽ ആ 2 പേര് വെച്ചില്ലേ. It was Hassan himself who sewed their shawl. നോക്കണം, ഇവരുടെ ബോഡി പൊതിയാനുള്ള ഡ്രസ്സ് തുന്നുന്ന ആരെയാണ്? Who in his hoarse, hollow voice read allowed a short passage from Ramayana. അങ്ങനെ പിന്നെ ബോഡി ഒരു പ്രത്യേക പട്ടിൽ പൊതിഞ്ഞ് തുന്നിണ്ടാക്കി അതിലേക്ക് ബോഡി ഒരു കുത്തി നിറച്ചിട്ട് അസൻ ഇങ്ങനെ ഉറക്കെ രാമായണത്തിലെ വരി പാടുക. ആലോചിച്ചു, രാമായണത്തിലെ വരികൾ ഉറക്കെ ഉലവിടുകയാണ്. ആരും ഉരുവിടുക ആര്? മരിച്ചതാരാണ്? അപ്പൊ അസൻ മുസ്ലിമാണ്. പക്ഷെ അതോടൊപ്പം മതസാഹോദര്യത്തിന്റെ സിംബലായിരുന്നു. ഓരോ ഡെഡ് ബോഡിക്കും അവർ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാൻ അസൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മനസ്സിലായോ? അസൻ ഉറക്കെ രാമായണത്തിലെ വരികൾ റിസൈറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കടലിൽ മരിച്ചാൽ എന്താ ചെയ്യാ? കടലിൽ കല്ലെടുത്തിട്ട് കാലിൽ വെച്ച് താക്കൂല, വലിയ വലിയ വെയിറ്റ് വെച്ചു. അങ്ങനെ ഇത് തൊട്ടാൽ ശ്രദ്ധിക്കണല്ലേ. എന്തിനു മുമ്പ് before their body is wrapped in same cloth പൊതിയുന്നതിന് മുമ്പ് and weight under their feet, കാലിൽ വെയിറ്റ് വെക്കുന്നതിന് മുമ്പായിട്ട് we were cast overboard at midnight. അങ്ങനെ അവരുടെ ശരീരം ഞങ്ങൾ ഓവർബോർഡിൽ എന്ത് ചെയ്തു? ഓവർബോർഡിലാണ് മറച്ച് തള്ളിയത്. എന്താ പറയാ? ഓവർബോർഡ് മീൻസ് വാട്ട് ഈസ്? മറച്ച് തള്ളിയത്. എങ്ങോട്ട് തള്ളുക? കടലിൽ. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? അസൻ ഇതായിരുന്നു അസൻ. അപ്പൊ ഈ കാലത്തൊക്കെ കിട്ടിയില്ല. അപ്പൊ റിലീജിയസ്ലി ഹി വാസ് എ മുസ്ലിം എന്നുള്ള ലാസ്റ്റിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ആ പോയിന്റ് എവിടെ കൊടുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം റിലീജിയൻ, പിന്നെ വേറൊരു കാലത്തൊക്കെ ചെയ്യുക ഹി വാസ് നോട്ട് റിലീജിയൻ, പിന്നെ നിങ്ങൾ റിലീജിയസ് ടോളറൻസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ മനസ്സിലായോ? അപ്പൊ അതിന് നിൽക്കാനൊന്നും നിങ്ങൾ റിലീജിയസ് മുസ്ലിം ആണെന്ന് ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ബട്ട് കൊടുക്കും. റിലീജിയസ്ലി ഹസൻ വാസ് എ മുസ്ലിം ബട്ട് ഹി വാസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. മനസ്സിലായോ? പക്ഷെ അതോടൊപ്പം അദ്ദേഹം മത സാഹോദര്യത്തിന്റെ അതുകൊണ്ടാണ് 2 പേഴ്സൺ ഷിപ്പ് എന്ന് മരിച്ച പാലം ചെയ്യുന്നത്. ഈ റിസൈറ്റ് പാരായണം ചെയ്ത്, റിസൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? മനസ്സിലായോ? അപ്പൊ അസനെ കുറിച്ചുള്ള കാര്യം കൃത്യമായി നമ്മൾക്ക് പറയുണ്ടാവാൻ ആരും എല്ലാവരും ആദ്യം മുതൽ നിങ്ങളെ 2 തവണ നമ്മൾ നീപ്പിക്കും പറയിപ്പിക്കും. അങ്ങനെ 8 ദിവസം ഒരു കേസ് ഉണ്ടായില്ല. പുതിയ കേസ് വന്നോ? ഒരു കേസും ഇല്ല. ശ്രദ്ധിക്കണേ. വീക്ക് ലേറ്റർ വി ആർഗ്യൂഡ് ഫോർ കൊളംബോ. അങ്ങനെ ഞങ്ങൾ കൊളംബോയിലെത്തി. കൊളംബോയിലെ ലിവർപൂൾ കൊളംബോയിലെ സമയത്ത് അങ്ങനെ സൂൺ സിക്ക് മെൻ കൽക്കട്ടയിലാണ്. അപ്പൊ കൊളംബോ ശ്രീലങ്കയിൽ ഞങ്ങൾ 8 ദിവസം കഴിഞ്ഞാൽ എടുക്കും പറയുന്നത്. അങ്ങനെ ദ സിക്ക് മെൻ ഹാവ് ബീൻ ടേക്കൺ ഓഫ് ഹോസ്പിറ്റൽ. സിക്കായിട്ടുള്ള ആൾക്കാരെല്ലാം എവിടെ കൊണ്ടുപോയി? കൊളംബോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയി? കൈ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാണ് ഓരോരുത്തര അലിഞ്ഞ ശരീരങ്ങൾ. Several of the patients showed the sign of having passed the crisis. ചില ആൾക്കാർ അവരുടെ ക്രൈസിസ് ഒക്കെ പാസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബട്ട് 3 പേരെ അവസ്ഥ ഹെൽപ്ലെസ് ആൻഡ് ജേർണലിസ്റ്റ് എ മാസ് ഓഫ് റണ്ണിംഗ് ചുറ്റിവന്നാൽ ജോലിയാണ് കണ്ടറിയുന്നത്. ഒരു അലിഞ്ഞ സാധനം. അത് അസന് ചെറിയ ശരീരമുള്ള അസൻ ഇങ്ങനെ
ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗം പറയുന്നത്. അവിടെ ആരൊക്കെ നിന്നിരുന്നോ ഇവരുടെ ശരീരത്തിലേക്ക് നോക്കി ഹസന്റെ കണ്ണുനീര് ഇങ്ങനെ ഇവരുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുരളിൽ മാത്രമേ ശരീരത്തിനുള്ളൂ. മനസ്സിലായോ? Our passage through the Bay of Bengal was brief and uneventful. അങ്ങനെ ഞങ്ങൾ ബംഗാളിലൂടെയുള്ള പാസിംഗ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്കുള്ള യാത്ര എന്തായിരുന്നു? അൺഇവന്റ്ഫുൾ. വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഏത് കൊളംബോയിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നെ പോയാ അങ്ങോട്ടാ വരുന്നത്? കൽക്കത്തയിലേക്കല്ലേ? ബംഗാൾ ഉൾക്കടലിലേക്ക് പേഷ്യൻസിനോട് അഡ്മിറ്റ് ചെയ്തു. I was barely trying to recover myself or realize the epidemic had been confined before we were unveiled alongside the Calcutta. Suddenly, climax suddenly. അങ്ങനെ ഞങ്ങൾ അടുത്ത് കൽക്കത്തയിലേക്ക് എത്തി. കൽക്കത്തയിലെ ഡെസ്റ്റിനേഷൻ പ്ലേസ് കൽക്കത്തയാണ് അവസാനം. Suddenly at my elbow. അപ്പോൾ ഡോക്ടർ പറയാണ് എന്റെ എൽബോന്റെ അടുത്തുനിന്ന്, ശരിയാണ്, എന്റെ എൽബോന്റെ അടുത്തുനിന്ന് I hear the familiar feeling. അതേ ശബ്ദം, യാത്ര പുറപ്പെട്ട ശബ്ദം കേട്ടിട്ടില്ലേ? അതേ പെണ്ണിന്റെ ശബ്ദം. മിസ് ഡോക്ടർ അവള് പറയാം, ഓ ലുക്ക് 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 റോണി. റോണി എന്നാണ് ഫ്രണ്ടിനെ വിളിച്ചയക്കൂടാ. ഓ ലുക്ക് 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 റോണി. അതാണ് നമ്മൾ യാത്ര തുടങ്ങിയ കണ്ടില്ലേ കോമഡി ചെയ്യാൻ. There is that absurd creature again. ഞാൻ വീണ്ടും വന്നു. Once more I followed their united gaze. അപ്പോൾ ഞാൻ നോക്കി ഇവർ രണ്ടും കൂടി എവിടേക്കാണ് നോക്കുന്നത്? നമുക്ക് വരാം. ആരാണ് ഹസൻ നടക്കുന്നത്? മനസ്സിലായോ? രണ്ടും കൂടിയാണ്. And there again down in the afterward, knocking out the hatch backwards, unlock the baggage. അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ലഗേജ് കിടക്കുന്നതും കയറ്റുന്നതും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആര്? ഒരാളിയോ? മനസ്സിലായോ? ഹസൻ രണ്ടുപേരും ആരുണ്ട്? ഹസൻ. The hunters from Cheltenham sung round the bend their weight for fascination upon me. അങ്ങനെ ആ പെണ്ണ് എന്നോട് ചോദിക്കും, ഏത് ഡോക്ടർ എന്നോട് ചോദിക്കാം, where did you keep him during the entire voyage? Sir, ഈ ജീവിയെ നിങ്ങൾ എവിടെയായിരുന്നു ഒളിപ്പിച്ചത്? യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് വല്ലാതെ മിസ്സായല്ലോ, കണ്ട് ചിരിക്കാനായിരുന്നത്. എവിടെയായിരുന്നു നിങ്ങൾ ഈ മനുഷ്യനെ, ഈ ജീവിയെ, ഈ ക്രിയേച്ചറിനെ, ഈ കോമിക് ഫിഗറിനെ നിങ്ങൾ ചെയ്തത്? ഞങ്ങൾക്ക് വല്ലാതെ മിസ്സായി. ഡോക്ടർ ഡിയർ, എവിടെയായിരുന്നു? ഇൻ എ സ്പെഷ്യൽ കേജ്, ഏതെങ്കിലും പ്രത്യേക കൂട്ടിലായിരുന്നു നിങ്ങൾ ഈ ജീവിയെ ഇരുത്തിയിരുന്നത്? അപ്പോൾ നമ്മുടെ ഡോക്ടർ ഉണ്ടാവണേ ഒരു നിമിഷ നേരത്തേക്ക് സൈലന്റ്. അദ്ദേഹം യാത്രയിലുടനീളം എന്നെ സഹായിച്ച കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ആരോഗ്യാണ്. അപ്പൊ അയാൾ കൊടുക്കുന്ന മറുപടി നോക്കും. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ മറുപടി? യെസ്. എന്തിനാ യെസ് നോക്ക്? എന്താണ് എന്താണ്? ആ ഒരു പ്രത്യേക കൂട്ടിൽ തന്നെയാണ് അടിച്ചത്. It was a special case. It was a cage. But അതിൽ മറ്റുണ്ട്. It is പക്ഷേ സ്ട്രേഞ്ച് സംഭവം എന്ന് പറയുന്നത് മിസ് ജോസ്മിനെ വിളിച്ചിട്ട് പറയാം. പക്ഷെ ഒരു സംഭവം, all animals were outside. എല്ലാ മൃഗങ്ങളും പുറത്താണ്. മനസ്സിലായി? ഇദ്ദേഹത്തെ ഒരു പ്രത്യേക കൂട്ടിലാണ് അടിച്ച്. പക്ഷെ എല്ലാ മൃഗങ്ങളും ഇദ്ദേഹത്തെ കുറ്റം പറയുന്ന ആൾക്കാരായിട്ടുള്ള നമ്മളാണ് ആര്? യഥാർത്ഥ മൃഗങ്ങൾ എന്നാണ് ആര് പറയുന്നത്? ആകെ മനുഷ്യനായിട്ടുള്ള ആരാണോ? ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ലോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള സകല ടോപ്പിക്കും ഇത് നിങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, വായിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചോദ്യങ്ങളെ തരങ്ങൾ മനസ്സിലാവണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യരുത്? പേടിക്കൽ. പാട്ടിൽ പേടിക്കുകയോ